നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. വളരെ സ്തോത്രം, ശക്തിയുള്ള. ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് സെർമൺ. ദൈവകൃപയാൽ സ്തോത്രം കർത്താവ് നടത്തട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്നതിന് മുൻപ്, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്നതിന് മുൻപ്, നമ്മൾ ഭൂരിപക്ഷം പേർക്കും പരിചയമുള്ളതും വളരെ ഇഷ്ടപ്പെട്ട പഴയ നിയമത്തിലെ പുസ്തകങ്ങളൊന്നായ യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഐസയ്യാ ചാപ്റ്റർ 38, Isaiah chapter 38 verses 1 to 8, followed by Colossians chapter 4 verse 5. കൊലോസ്യ ലേഖനം 4:5 വായിക്കുന്നതിന് മുൻപ് യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും ശബ്ദമുയർത്തി ആ വാക്യം വായിക്കണം. ആമേൻ. കേട്ടില്ലല്ലോ? ആമേൻ. ഒരിക്കൽ കൂടെ വീട്ടിൽ പറയുന്ന ആമേൻ ഇങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടെ. ഒരാളിന് മാത്രമേ വീടുള്ളൂ എന്ന് തോന്നുന്നു. സ്തോത്രം. ശോസാറിന് മാത്രമേ വീടുള്ളൂ. എല്ലാവരും ശബ്ദം നല്ലൊരു ആമേൻ പറഞ്ഞേ. ഈ ശബ്ദത്തിൽ നമുക്ക് വായിക്കാം. റെഡി? ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്ത് രക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഇക്കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ ഇത് നിനക്ക് ഒരു അടയാളം ആകും. 8-ാം വാക്യം, ആഹാസിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോന്നിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോട്ട് തിരിക്കുമാറാക്കും. ഇങ്ങനെ സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. ഇങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോന്നിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. ഇങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോന്നിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. ഓഹോ ഓഹോ. ഇപ്പൊ യവന്റെ ക്ലോക്ക് പിന്നോട്ട് കറങ്ങിയാണ്. 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. ഇങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോന്ന 10 പടി തിരിഞ്ഞു പോന്നു. ഹിസ്കിയാവിൻ്റെ ക്ലോക്ക് പിന്നോട്ട് കറങ്ങിയാണ്. നമ്മുടെ എല്ലാവരുടെയും വാച്ച് മുന്നോട്ട് ഓടുകയാണ്. ഹിസ്കിയാവിൻ്റെ വാച്ച് മാത്രം 15 വർഷം പിന്നോട്ട് തിരിയുകയാണ്. മനസ്സിലായില്ല? ഹല്ലേലൂയ, സ്തോത്രം. നേരം പോയി, 1 വർഷം കൂടെ പോയി, ചുമ്മാ പോയി. കോവിഡ് വന്നതിൽ ഒന്നും നടന്നില്ല. ലോക്ക്ഡൗണോടെ പോയി, ചുമ്മാ പോയി. നോ, കള്ളം, പച്ചക്കള്ളം. സ്തോത്രം. എൻ്റെ ദൈവം നഷ്ടത്തിൻ്റെ ദൈവമല്ല, നഷ്ടത്തിൻ്റെ ദൈവമല്ല. ആരുടെയൊക്കെ ക്ലോക്കുകൾ ഇന്ന് പകൽ കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ആരുടെയൊക്കെ നിന്നുപോയ ക്ലോക്കുകൾ കർത്താവ് ബാറ്ററി മാറ്റിയല്ല ചെയ്യുന്നത്, അവൻ പിന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അടുക്കം നിന്നുപോയ, തകർന്നു പോയ, ഇനി പ്രതീക്ഷയില്ല എന്ന് പറയുന്ന വാച്ചുകൾ, ക്ലോക്കുകൾ, സമയങ്ങൾ, സീസൺസ് ദൈവം പിന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. കടന്നു വന്നാട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. കർത്താവ് എന്താ നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്? കൊലോസ്യ ലേഖനം, സ്തോത്രം, അതെ,
കൊലോസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. സ്തോത്രം. കൊലോസ് ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്, മൂന്നാമത് ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവൻ. ഇംഗ്ലീഷിൽ വാക്ക് ഇൻ വിസ്ഡം ടുവേഴ്സ് ദം ദാറ്റ് ആർ വിതൗട്ട് redeeming the time. KJV, King James Version, NKJV, സ്തോത്രം. അത് ഗ്രീക്ക് ട്രാൻസ്ലേഷൻസ്, അങ്ങനെ ധാരാളം വേർഷനിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് redeeming the time. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. ഹിസ്കിയാവിൻ്റെ ക്ലോക്ക് പിന്നിലേക്ക് ചലിച്ചു, സമയം തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട്. വളരെ ശ്രദ്ധിക്ക്. ഇന്ന് പകൽ നാം കേൾക്കുന്ന വിഷയം ഇതാണ്. അടുത്തിരിക്കുന്നവർ നോക്കി ഒന്ന് ചിരിച്ചാട്ടെ. എല്ലാവരും ചിരിച്ചാട്ടെ. മൃഗങ്ങൾ ചിരിക്കത്തില്ല, മനുഷ്യൻ ചിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ, സമയം തോൽക്കും, നമ്മൾ ജയിക്കും. പെട്ടെന്ന് പറ. വേറൊരാളിനോട് കൂടെ പറ, സമയം തോൽക്കും, നമ്മൾ ജയിക്കും. ഈ വെബ് സ്ട്രീം കാണുന്ന 100 കണക്കിന് കുടുംബങ്ങൾ കേൾക്കട്ടെ. വായി തുറന്ന് പറഞ്ഞാട്ടെ, ഈ വർഷം എന്താ നടക്കുന്നത്? സമയം തോൽക്കും. ബാക്കി പറ, നമ്മൾ ജയിക്കും. സമയം തോൽക്കും, നമ്മൾ ജയിക്കും. സമയം തോൽക്കും, നമ്മൾ ജയിക്കും. കാരണം നിന്നെ സൃഷ്ടിച്ച കർത്താവ്, അവൻ സമയത്തെയും നിർമ്മിച്ചവനാണ്. സമയം തോൽക്കും, നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ ജയിക്കുക തന്നെ ചെയ്യാം. പ്രൊവൈഡഡ് വിത്ത് ഒരു കണ്ടീഷൻ പറയുന്നു. എല്ലാ വാഗ്ദത്തങ്ങൾക്കും ഒരു നിബന്ധനയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. ജ്ഞാനത്തിൽ നീ നടക്കണം. ജ്ഞാനത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി, ജ്ഞാനത്തിൽ പഠിക്കുന്ന സ്തോത്രം ഒരു വ്യക്തി, ജ്ഞാനത്തിൽ നടക്കുന്ന, ബുദ്ധി ഉപയോഗിച്ച് ദൈവിക ജ്ഞാനത്തിൽ നടക്കുന്നവന് ഒരു വർഷം പോയിട്ട് ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ നഷ്ടമാകുകയില്ല. എങ്ങനെയെങ്കിലും നടക്കാൻ അല്ല ദൈവം വിളിച്ചത്. എങ്ങനെയെങ്കിലും നടക്കുന്നവർ കണ്ടിട്ടില്ലേ? ചുമ്മാ അങ്ങ് നടക്കുകയാണ്, അവൻ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല. സ്തോത്രം. എങ്ങനെയെങ്കിലും നടക്കാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. കാഴ്ചയാലല്ല, വിശ്വാസത്തിൽ നടക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. സത്യത്തിൽ നടക്കുന്ന നടപ്പാണ് സ്തോത്രം നമ്മുടെ നടപ്പ്. ലോകത്തിൽ ഒത്തിരി പേർ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നടപ്പ് വെളിച്ചത്തിന്റെ നടപ്പാണ്. വിശ്വാസത്തിന്റെ നടപ്പാണ്, സത്യത്തിന്റെ നടപ്പാണ്. ആത്മാവിൽ നടക്കുകയാണ്, മിണ്ടുന്നില്ല. സ്തോത്രം. നമ്മൾ ആത്മാവിൽ നടക്കുകയാണ്, നമ്മൾ സത്യത്തിൽ നടക്കുകയാണ്, നമ്മൾ വെളിച്ചത്തിൽ നടക്കുകയാണ്, നമ്മൾ വിശ്വാസത്തിൽ നടക്കുകയാണ്. ഇവിടെ വേദപുസ്തകം പറയുന്നു, ജ്ഞാനത്തിൽ നടക്കുകയാണ്. ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു. ജ്ഞാനമുള്ളവൾ എന്ന് പറയുന്നത് സഭയെ സ്ത്രീലിംഗമായി സ്തോത്രം അതെ ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം സഭ മണവാട്ടിയാണ്. ജ്ഞാനമുള്ള സഭ സ്തോത്രം അതെ ജ്ഞാനത്തിലാണ് നടക്കുന്നത്. ജ്ഞാനത്തിൽ നടക്കുമ്പോൾ സ്തോത്രം സഭയ്ക്ക് പുറത്തുള്ള ജാതികൾ, രക്ഷിക്കപ്പെടാത്തവർ, യേശുവില്ലാത്തവർ പറയും, വെറുതെ 2020 പോയി, ഒന്നും നടന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ജ്ഞാനത്തിലായിരിക്കുന്നതായ ദൈവത്തിൻ്റെ സഭ പറയും, നോ. സ്തോത്രം. ഞങ്ങൾക്ക് നഷ്ടത്തിന്റെ വർഷമല്ല ഉണ്ടായത്. ഞങ്ങൾക്ക് സ്തോത്രം നഷ്ടങ്ങളുടെ വർഷമല്ല ഞങ്ങളെ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ദിവസം പോലും, ഒരു സെക്കൻഡ് പോലും നഷ്ടമല്ല. കർത്താവ് ഞങ്ങളുടെ ടൈം റിഡീമിംഗ് ലോർഡ്, ഞങ്ങളുടെ സമയത്തവൻ റിഡീം ചെയ്യുന്നു. നമ്മുടെ സമയത്തവൻ വീണ്ടെടുക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല? സമയത്തെ, വീണുപോയ സമയത്തെ, നഷ്ടപ്പെട്ട മാസങ്ങളെ, നഷ്ടപ്പെട്ട വർഷത്തെ ജീവിതത്തിൽ ദൈവം തിരികെ നൽകുവാൻ പോകുന്നു. നഷ്ടപ്പെട്ട സമയത്തെ ദൈവം നിങ്ങൾക്ക് തിരികെ നൽകുവാൻ പോകുന്നു. He is not only the redeemer of your life and soul. നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല കർത്താവ്. വിശ്വസിക്കണം. വിശ്വസിച്ചാലേ ദൈവാത്മാവ് ചലിക്കത്തുള്ളൂ. നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല കർത്താവ്. ഇന്ന് പകൽ you know the truth and truth shall set you free. സത്യം അറിയുകയും സത്യം നിങ്ങളുടെ ജീവിതത്തെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നിന്റെ ആത്മാവിനെ മാത്രമല്ല അവൻ വീണ്ടെടുത്തത്, നിന്റെ ടൈമിനെ, നിന്റെ സീസണെ കൂടെ അവൻ വീണ്ടെടുത്ത് നൽകി. എന്റെ കുഞ്ഞെ, നിനക്ക് ഒരു നഷ്ടവും വന്നിട്ടേ ഇല്ല എന്ന ക്രമത്തിൽ നഷ്ടത്തിന്റെ മകനായിട്ടല്ല, നഷ്ടത്തിന്റെ മകളായിട്ടല്ല, നഷ്ടപ്പെട്ടത് തിരികെ ലഭിച്ചവനായി നിൽക്കുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. അവൻ സമയത്തെ വീണ്ടെടുത്ത് നൽകുന്നു.
വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, കർത്താവ് അവൻ നമ്മുടെ ടൈമിനെ വീണ്ടെടുത്ത് നൽകുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പല സമയത്ത് സാഹചര്യം മോശമാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സ്തോത്രം, അതെ, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. നിങ്ങൾ വിചാരിച്ചു കാണാൻ, എൻ്റെ കട തുറന്നില്ല, എൻ്റെ ബിസിനസ് നഷ്ടത്തിലാണ്, സ്തോത്രം, സ്കൂൾ ഓപ്പൺ ആയില്ല, പല വാതിലുകളും വഴികളും അടഞ്ഞു കിടന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഇതാ സ്തോത്രം നഷ്ടത്തിൽ ആയിപ്പോയി. നോ, സാഹചര്യം പറയല്ലേ. നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾ പറഞ്ഞ ഒത്തിരി കള്ളങ്ങളുണ്ട്, നിങ്ങൾക്കെതിരെ സംസാരിച്ചതായ ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷെ ജ്ഞാനത്തിൽ നടക്കുമെങ്കിൽ നീ നിന്നെക്കുറിച്ച്, നാട്ടുകാർ പറഞ്ഞ പോട്ടെ, നീ നിന്നെക്കുറിച്ച് പറഞ്ഞത് തന്നെ സ്തോത്രം ശരിയല്ല, അത് തെറ്റെന്ന് ദൈവമായ കർത്താവ് തെളിയിക്കുകയാണ്. കാരണം ഒരു ദിവസം മോശ ദൈവത്തിന് മുൻപിൽ ഈ പ്രകാരം പറഞ്ഞു, സ്തോത്രം, ഏറെയായാൽ 70 80 വർഷം മാത്രം. 90 സങ്കീർത്തനം കഴിഞ്ഞ സ്തോത്രം, അത് വാച്ച് നൈറ്റ് സർവീസിന് സന്തോഷ് ബ്രദർ നല്ല സ്വരത്തിൽ നമ്മൾ വായിച്ചു കേൾപ്പിച്ചതാണ്. സ്തോത്രം, മോശ ഒരിക്കൽ തന്നെ കുറിച്ച് ഈ പ്രകാരം പറഞ്ഞു, ഏറെയായാൽ 70 സ്തോത്രം അല്ലെ 80 വർഷം. ഇവിടെ ഇരിക്കുന്ന ആരും മിണ്ടുന്നില്ല, അത്ര എത്തത്തില്ല അങ്കിളെ, അത് പണ്ട് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, മോശ സ്തോത്രം, ഏറെയായാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലം. എന്നാൽ അത് മഹത്വത്തിന് മുൻപായിരുന്നു. ആ മഹത്വ മണ്ഡലത്തിലേക്ക് അവൻ കയറിയപ്പോ, കത്തുന്ന മുൾപ്പടർപ്പിൽ ആ മഹത്വത്തിന്റെ മണ്ഡലത്തിൽ കയറിയപ്പോ അവന് തന്നെ മനസ്സിലായി, സ്തോത്രം, അതെ, എൻ്റെ കൺട്രോൾ മുഴുവൻ പോയി, ഗ്ലോറി എൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്, മഹത്വം എൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന ഇതാണ്, നിന്റെ ബുദ്ധിയല്ല, നിന്റെ അങ്കിളല്ല, നിന്റെ ആൻറ്റി അല്ല, നോട്ട് ഈവൻ പാരൻസ് അല്ല, പകരം ദൈവത്തിൻ്റെ മഹത്വം, ദൈവ സാന്നിധ്യം നിന്റെ സ്തോത്രം കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ, നീ പറഞ്ഞതായില്ലെങ്കിലും, അവർ അടുത്തു നിന്ന് പറഞ്ഞാണെങ്കിലും, മറ്റുള്ളവർ അകലെ നിന്ന് പറഞ്ഞതാണെങ്കിലും, അതിന് മുഴുവൻ ക്യാൻസൽ ചെയ്ത് നിനക്ക് പോലും സർപ്രൈസ് ആക്കി ദൈവം നിന്റെ നഷ്ടപ്പെട്ട കാലങ്ങളെ തിരികെ നൽകി ഒരു എക്സ്റ്റൻഷൻ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുമാറാകട്ടെ. സ്തോത്രം. മോശ അത് അനുഭവിച്ചതിന്, അവൻ പറഞ്ഞതിനേക്കാൾ 1/3 എക്സ്റ്റൻഷൻ ആണ് ദൈവം കൊടുത്തത്. 33% എക്സ്റ്റൻഷൻ ദൈവം മോശയ്ക്ക് നൽകി. എത്ര പേർ മനസ്സിലാക്കി? ആമേൻ. 80 കൊണ്ട് നിർത്താമെന്ന പുള്ളി വിചാരിച്ചത്. പക്ഷെ ദൈവത്തിന്റെ ഗ്ലോറി റിലം, ദൈവത്തിന്റെ മഹത്വ സാന്നിധ്യം വെളിപ്പെട്ടപ്പോ, നമുക്ക് പലർക്കും വെളിപ്പെട്ടത് ചർച്ചയെ പലർക്കും വെളിപ്പെട്ടിട്ടുള്ളൂ, പലർക്കും ബാപ്റ്റിസം തൊട്ടി വരെ വെളിപ്പെട്ടിട്ടുള്ളൂ, വേറെ ചിലർക്ക് ചെറിയൊരു കുലുക്കവും അതെ ഒരു മുറി അന്യഭാഷയും വെളിപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ഒടുക്കമല്ല, ഇതെല്ലാം തുടക്കമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ സ്നാനപ്പെട്ടെങ്കിൽ അനുമോദനങ്ങൾ, നിങ്ങൾ അന്യഭാഷ പറയുന്നു നിർത്തിക്കളയരുത്. പക്ഷെ ഇത് LKG ആയിട്ടേ ഉള്ളൂ കുട്ടി, അതിവേഗം ബഹുദൂരം എന്ന് ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഇനി ഒത്തിരി മുന്നേറാനുണ്ട്. ആ മഹത്വത്തിൽ കയറിയാലേ നീ ചിന്തിച്ചതും നീ തിന്മയ്ക്കായി പറഞ്ഞതും അല്ല കാര്യങ്ങൾ, പകരം എക്സ്ട്രാ പല നന്മകൾക്ക് തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവമായ കർത്താവ് നൽകുക. ഏറെയായാൽ 80 സ്തോത്രം എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടവന് തമ്പുരാൻ കോമയിട്ട് 120 വരെ കൊടുത്തു. ആ 80 മുതൽ 120 വരെയുള്ളത് അരേ ബാപ്പരെ കിത്തന സുന്ദർ ഹേ, എത്ര ഭയങ്കര മഹത്വമായിരുന്നു, എത്ര ഭയങ്കര തേജസ്സിന്റെ ശുശ്രൂഷയായിരുന്നു. ഡെയിലി അത്ഭുതം അല്ലായിരുന്നോ, ഡെയിലി വിടുതൽ, ഡെയിലി അനുഗ്രഹം അല്ലായിരുന്നോ, ഡെയിലി വീരപ്രവൃത്തി അല്ലായിരുന്നോ, കുടിക്കുന്ന വെള്ളം അത്ഭുതം, കഴിക്കുന്ന ആഹാരം അത്ഭുതം, ധരിച്ച വസ്ത്രം അത്ഭുതം, ഡെയിലി മഹത്വം കൊണ്ട് ജീവിക്കുകയാണ്. ലെറ്റ് മീ ടെൽ യു ഇൻ ജീസസ് നെയിം, ഏതോ പുത്തിരക്കണ്ടം നിറയുമ്പോഴല്ല അതേ വീരപ്രവൃത്തി വെളിപ്പെടുന്നത്, അത്ഭുതം വെളിപ്പെടുന്നത്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിന്നിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. 40 വർഷം മോശയുടെ 40 വർഷം സ്തോത്രം, അതെ, അത് മഹത്വപൂർണമായിരുന്നു. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, താൻ പറഞ്ഞതായ തിന്മയുടെ സീസൺസിനെ ദൈവം വെട്ടി നിരത്തി എക്സ്ട്രാ ഒരു 33% നൽകിയെങ്കിൽ ഐ പ്രൊഫസൈ ഓവർ യു ഇൻ ജീസസ് നെയിം. ഇന്ന് പകൽ പ്രവചിക്കാനാ എനിക്ക് നിയോഗം. ഞാൻ പ്രസംഗിക്കാനല്ല വന്നത്. നീ പറഞ്ഞത് തെറ്റുകളെ, നീ പറഞ്ഞ തിന്മകളെ ദൈവമായ കർത്താവ് വെട്ടിക്കളഞ്ഞു. നിനക്ക് നീ ചിന്തിച്ചിട്ടില്ലാത്തത്, നീ പ്രതീക്ഷിച്ചിട്ടില്ലാത്തത് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാലമായി കർത്താവ് ഇതാ വെളിപ്പെടുത്തുന്നു. കാരണം സമയം തോൽക്കുന്നു, നീ ജയിക്കുന്നു.
സമയം തോൽക്കുന്നു. സ്തോത്രം, നീ ജയിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സമയം തോൽക്കും, ഞാൻ ജയിക്കും. പെട്ടെന്ന് പറഞ്ഞേ, സമയം തോൽക്കും, നീ ജയിക്കും. സ്തോത്രം. ഇന്ന് രാവിലെ വാരഫലം വായിച്ചിരിക്കുന്ന ഏതോ ഒരു ആന്റി പറഞ്ഞത്, അങ്കിൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കാർത്തിക ഇങ്ങനെ പോകുന്നു, മകയിര ഇങ്ങനെ ചുറ്റുന്നു, അതെ മറ്റേ ചങ്ങല ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു. പോരെങ്കിൽ എൻ്റെ അരമാരയുടെ ഏറ്റവും അടിത്തട്ടിൽ സ്നാനപ്പെട്ടിട്ട് ഞാൻ കളയാതെ വെച്ചിരിക്കുന്ന മറ്റേ പഴയ ജാതകമുണ്ട്. ആ ജാതകം പറയുന്നത് 17 വയസ്സിന് ശേഷം അതെ ഒരു കുരുത്തം ഉണ്ടാകത്തില്ല, ഒരു നന്മയും ഉണ്ടാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? ദൈവത്തിന്റെ റിപ്പോർട്ട് ആരാ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ തത്തമ്മയുമായിട്ട് അല്ലെങ്കിൽ തത്തമ്മയില്ലാതെ നിന്റെ മുഖം നോക്കി, നിന്റെ കൈ നോക്കി, സ്തോത്രം, തിന്മയുടെ ഹോറോസ്കോപ്പ് പറയുമ്പോൾ, തിന്മയുടെ ജാതകം പറയുമ്പോൾ, തിന്മയുടെ ദോഷം പറയുമ്പോൾ, നീ അവരെ നോക്കി ദോഷമല്ല പറയേണ്ടത്. അവർ നിന്നെ നോക്കി ദോഷം പറയുമ്പോൾ പറയണം, പ്ലീസ് ഒരു മിനിറ്റ് താ, നിന്റെ നോക്കി ഞാൻ തേജസ്സിന്റെ സുവിശേഷം പറയട്ടെ. സ്തോത്രം. സുവിശേഷം കടന്നു വരുമ്പോ ഈ പറഞ്ഞവനുമാകട്ടെ കേൾക്കാൻ നിൽക്കുന്ന നീയുമാകട്ടെ, നിന്റെ ഇരുട്ടുകൾ ഓടിപ്പോയി, പകരം വെളിച്ചം ശോഭിക്കും. അവിടെ സമയം തോൽക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, ആ ജാതകം പറഞ്ഞതുപോലെയല്ല നീ ജീവിപ്പാൻ വേണ്ടി പോകുന്നത്. വാരഫലം വായിക്കല്ല. ഇന്ന് നല്ല ഞായറാഴ്ചയാണ്, ഇന്ന് മുതൽ തീരുമാനിക്ക്. സ്തോത്രം. അതെ, വാരഫലം വായിക്കല്ല. അത് ലൂസിഫറിന്റെ സ്തോത്രം, അതെ ലവ് ലെറ്റർ ആണ്. പകരം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പുസ്തകം വായിച്ച് ദൈവത്തിന്റെ കൃപയാൽ ബലപ്പെട്ടാട്ടെ. ആരും മിണ്ടുന്നില്ല. നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ? കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ ദൈവം പ്രലോഭനം പറയുന്നവനല്ല, അവൻ പ്രവചനം പറയുന്നവനാണ്. അവൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ദൈവകൃപയാൽ ഈ കാർത്തികയും ഈ മകയിരവും അതിന്റെ ചങ്ങലയും നിന്നെ ബാധിക്കത്തില്ല. ഈ നക്ഷത്ര ദോഷം നിന്നെ ബാധിക്കത്തില്ല. ഈ ഗ്രഹം നിന്നെ ബാധിക്കത്തില്ല. കുഞ്ഞെ ബാധിക്കത്തില്ല, 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 ബാധിക്കത്തില്ല. ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാണ് നിന്റെ ബോസ്. ഈ ഗ്രഹങ്ങളെ ശൂന്യതയിൽ നിർത്തിയിരിക്കുന്നവനാണ് നിന്റെ കർത്താവ്. മനസ്സിലാക്കുന്നു? മനസ്സിലാക്കുന്നു? ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവന്, ഈ ഗ്രഹങ്ങളെ ശൂന്യതയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നവന്, ഇന്ന് കുത്തുവിട്ട പുസ്തകം പോലെ തകർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തെ കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ ഫിക്സ് ചെയ്യുവാൻ പോകുന്നു, നിന്നെ ഞാൻ നടത്തുവാൻ പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, നിന്റെ ഈ ലോകത്തിന്റെ സൂര്യന്മാർ അസ്തമിക്കുമെന്ന് പറയുമ്പോൾ, നിന്റെ ദോഷത്തിന്റെ ചന്ദ്രന്മാർ ഇതാ ഉദിക്കുമെന്ന് പറയുമ്പോൾ, യോശുവ തലമുറയായി എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറ, സൂര്യ നീ ഐനോനിലും, ചന്ദ്ര നീ ഗിബയോൻ താഴ്വരയിലും നിൽക്കൂ. ഹല്ലേലൂയ. സൂര്യൻ അസ്തമിച്ച ജീവിതം പോയി യോശുവ. സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ഉദിച്ചാൽ ഇപ്പൊ വന്നിരിക്കുന്ന യുദ്ധത്തിൽ ശത്രു ജയിക്കും. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം സ്തോത്രം 12 വാക്യമാണ് അവൻ പറഞ്ഞത്. വേദപുസ്തകം പറയുന്നു, ഞാൻ പറഞ്ഞത് യോശുവ 10:12. യോശുവ പറഞ്ഞു, സൂര്യ നീ ഐനോനിലും, ചന്ദ്ര നീ ഗിബയോൻ താഴ്വരയിലും നിൽക്ക. മനസ്സിലായോ? നിന്റെ പാസ്റ്റർ വന്ന് പറയുമെന്നല്ല പറഞ്ഞത്, നിന്റെ മന്ദിൽ ഈ പ്രവാചകൻ വന്ന് ഭത്സിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പകരം യേശുവിന്റെ നാമത്തിൽ വായി തുറന്ന് പറഞ്ഞാട്ടെ, എനിക്ക് തോൽക്കാൻ മനസ്സ് ലഭിച്ചാതെ എന്റെ ഗ്രഹനിലകളെ ഞാൻ ജയിപ്പാൻ പോകുകയാണ്. എന്റെ സാഹചര്യങ്ങൾ ഞാൻ ജയിപ്പാൻ പോകുകയാണ്. എനിക്കെതിരെ എഴുതി വെച്ച ദോഷങ്ങളെ യേശുവിന്റെ രക്തം പണ്ടേ മായ്ച്ചു കളഞ്ഞ് അതൊന്നും എനിക്കിനി വിരോധമായി ഫലിക്കയില്ല. അത് മഷി കൊണ്ടെഴുതിയാലും അത് നാരായം കൊണ്ടെഴുതിയാലും പിശാചിന്റെ പദ്ധതികൾ എന്റെ ജീവിതത്തിൽ ഫലിക്കയില്ല. മനസ്സിലാക്കുന്നവർ വായി തുറന്നു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ അപ്പന്റെ കാലത്ത് സംഭവിച്ച തിന്മ, നിന്റെ അമ്മയുടെ കാലത്തുണ്ടായ തിന്മ, പൂർവികരുടെ കാലത്ത് പരമ്പരയായി നിന്റെ വീട്ടിലുണ്ടായ തിന്മ, നിന്റെ ജീവിതത്തിൽ അതിന്റെ നിഴൽ പറ്റുകയില്ല. അതിന്റെ ദോഷം ഉണ്ടാകത്തില്ല. ആ ക്യാൻസർ നിനക്കുള്ളതല്ല, ആ കിടരോഗം നിനക്കുള്ളതല്ല. സൂര്യ സ്റ്റോപ്പ്. സൂര്യ നിൽക്ക്, ചന്ദ്ര നിൽക്ക്, ശാപങ്ങൾ നിൽക്ക്. ശാപങ്ങൾ നിശ്ചലമാകട്ടെ, ബന്ധനങ്ങൾ നിശ്ചലമാകട്ടെ, തിന്മകൾ നിശ്ചലമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ ദോഷ സമയം തോൽക്കും. ദൈവകൃപയാൽ ഞാൻ ജയിക്കും. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ.
പോരാ ശക്തിയോടെ സമയം തോൽക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ നീ ജയിക്കുന്നു. സ്തോത്രം. മോശ പറഞ്ഞ സമയത്തിന് അതീതമായി ദൈവം നടത്തിയെങ്കിൽ, യോശുവ പറഞ്ഞതുപോലെ സോളാർ സിസ്റ്റത്തിന്, സൗരയുധത്തെ ദൈവമായ കർത്താവ് ലോക്ക്ഡൌൺ കൊടുത്തു എങ്കിൽ ഒരിക്കൽ കൂടെ സ്തോത്രം. അതെ, ഗൂഗിൾ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യ സൃഷ്ടി ഉണ്ടായത് തുടങ്ങി ഒരു ദിവസം കാണാനില്ല. കാരണം നിന്റെ ദൈവത്തിൽ ആശ്രയിച്ച് യോശുവ പറഞ്ഞപ്പോ ഒരു ദിവസം കാണാനില്ല, ഒരു ദിവസം കാണാനില്ല. അയ്യോ, എനിക്ക് മാത്രം പോരാട്ടം, എനിക്ക് മാത്രം ഇരുട്ടെന്ന് പറയല്ലേ. പൊടി കുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹക്കുട്ടി പോലെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞ് 2020 സംഭവിച്ചത് 2021 എനിക്ക് ആവർത്തിക്കപ്പെടത്തില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്കുണ്ടായ ആ ഉലച്ചിൽ ഇനി മേലാൽ എനിക്ക് സംഭവിക്കത്തില്ല. ആ ഫയൽ അടഞ്ഞുപോയി. ആ ഫയലിനെ അടച്ചത് പ്രസിഡന്റ് അല്ല, രാജാതി രാജാവ് ആ പ്രശ്നത്തെ ഫയലിനെ അടച്ചു കളഞ്ഞു. സൂര്യാം നീ ഐനോനിലും ചന്ദ്രാം നീ ഗിദെയോൻ താഴ്വരയിലും നിൽക്ക. സ്തോത്രം. സോളാർ സിസ്റ്റത്തെ ദൈവം ലോക്ക്ഡൌൺ ആക്കി. ഓ യോശുവെ ദൈവം റീസാക്കി എങ്കിൽ സോളാർ സിസ്റ്റത്തെ ലോക്ക്ഡൌൺ ആക്കി. സ്തോത്രം. യോശുവെ ദൈവം ജയത്തിന് വേണ്ടി റിലീസാക്കി എങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം ചെയ്യും. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഈ ജനത്തെ ദൈവമായി കർത്താവ് വിളിച്ചതും തെരഞ്ഞെടുത്തതുമായ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ഇവരെ ഇന്ന് പകൽക്കാലം ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെ സ്വതന്ത്രമാക്കുന്നു. ഓ, അവരെ പൊഴിഞ്ഞുപോയ തൂവലുകൾ മടങ്ങി വരട്ടെ. അവർ പൊഴിഞ്ഞുപോയ തൂവലുകൾ മടങ്ങി വരട്ടെ. അവരെ ചിറകിനെ ഒടിച്ചു കളഞ്ഞത് വീണ്ടും കടികൻ ചിറകുകളായി മുളച്ചു വരട്ടെ. ഓ, കേട്ടില്ല. സ്തോത്രം. അതേ, പൊഴിഞ്ഞുപോയ നിന്റെ തൂവലുകൾ വീണ്ടും മുളയ്ക്കുന്നു. സ്തോത്രം. നിന്റെ ഒടിഞ്ഞുപോയതായ ചിറകുകളെ കടികൻ ചിറകുകളായി ദൈവമായി കർത്താവ് നിനക്ക് തിരികെ നൽകുന്നു. സമയം തോൽക്കുന്നു, നീ ജയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സ്തോത്രം, സമയത്തെ നോക്കിയല്ല പിതാവായ ദൈവം യേശുവിനെ സൃഷ്ടിച്ചത്. പകരം ഞാൻ പറയട്ടെ, നിന്റെ കർത്താവാകുന്ന, നീ ആരാധിക്കുന്ന കർത്താവാണ് സമയത്തെ സൃഷ്ടിച്ചത്. അടുത്തിരിക്കുന്നവർ തൊടല്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ. അതെ, സമയത്തെ യേശു സൃഷ്ടിച്ചു. പറഞ്ഞാട്ടെ, സമയത്തെ യേശു സൃഷ്ടിച്ചു. സമയത്തെ യേശു സൃഷ്ടിച്ചു. ഏത് പുസ്തകം പറയുന്നു? സൃഷ്ടി മുഴുവൻ അവനെ നോക്കി കാത്തിരിക്കുന്നു എന്ന്. അർത്ഥം, സമയം അവനെ നോക്കിയിരിക്കുകയാണ്. സമയം അവനെ നോക്കിയിരിക്കുകയാണ്. സമയം ഇപ്പൊ പ്രകാരം പറയും, എന്നെ ശല്യപ്പെടുത്തല്ല, അടുത്തുള്ള ആരും എന്നെ ശല്യപ്പെടുത്തല്ല, ഞാൻ എൻ്റെ യജമാനനെ നോക്കിയിരിക്കുക. അവൻ ചലിക്കുന്നത് അനുസരിച്ച് വേണം എനിക്ക് ചലിക്കാൻ. അവൻ ചലിക്കുന്നതനുസരിച്ച് വേണം എനിക്ക് ചലിക്കാൻ. അവൻ ചലിച്ചാൽ മാത്രമേ എനിക്ക് ചലിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതെ, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, യേശു കർത്താവിന്റെ ഈ ലോക ജീവിതത്തിന്റെ മാത്രമല്ല, അവന്റെ എൻ്റെ സ്പാൻ ഓഫ് ലൈഫിൽ അവന്റെ ജീവിതം മുഴുവൻ ടൈമുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഗലാത്യർ 4:4 പറയുന്നു, കാല സമ്പൂർണതയിൽ യേശു ഈ ലോകത്തിലേക്ക് വന്നു. അർത്ഥം, അവൻ ജനിപ്പാൻ ഒരു സമയം ഉണ്ടായിരുന്നു. അവന് സർക്കംസിഷന് കൊണ്ടുപോകാൻ, അവനെ സ്തോത്രം. അതെ, എന്തുവാ സർക്കംസിഷൻ, പരിച്ഛേദനയ്ക്ക് കൊണ്ടുപോകുവാൻ അത് ഒരു സമയമുണ്ടായിരുന്നു. അവിടെ ഒരു ടൈം പറയുന്നു. വീട്ടിൽ പോയി ബാക്കി വായിച്ചു നോക്കാം. 4 സുവിശേഷമുള്ളൂ, വായിച്ചാട്ടെ. സ്തോത്രം. ഒത്തിരി പേര് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ അതെ സ്തോത്രം തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഒറ്റ ആഴ്ച കൊണ്ട് പുതിയ നിയമം മുഴുവൻ വായിച്ച് കർത്താവിന് രോമാഞ്ചം വരുത്തുവന്ന്. സ്തോത്രം. നമുക്ക് കാണാം. 4 സുവിശേഷങ്ങൾ വായിച്ചാട്ടെ. യേശു ജനിച്ചത് ഒരു ടൈമിനാണ്. യേശു കർത്താവ് സ്തോത്രം അതെ പരിച്ഛേദനയ്ക്ക് കൊണ്ടുപോയ അവിടെ ഒരു ടൈമുണ്ട്. അവൻ സ്നാനപ്പെട്ടപ്പോൾ, അപ്പോൾ അക്കാലത്ത് അവൻ വന്ന് സ്നാനപ്പെട്ട അക്കാലം that means time. സ്തോത്രം. സ്നാനപ്പെടാൻ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വർഗം തുറന്നു. ടൈം. അപ്പോൾ സ്തോത്രം. അതെ, സ്വർഗം തുറന്നു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് എല്ലാ ടൈമാണ്. അന്ന് മുതൽ അവൻ പ്രസംഗിച്ചു തുടങ്ങി. അന്ന്, അപ്പോൾ, അക്കാലത്ത്. അന്ന്, അപ്പോൾ, അക്കാലത്ത്. ഈ ടൈം കാണുന്നതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ടെ. പുതിയ നിയമത്തിൽ പുതിയ ബൈബിൾ വാങ്ങി വരും, പഴയ ബൈബിൾ ഉള്ളവരും. സ്തോത്രം. അപ്പോൾ, അക്കാലത്ത്. ടൈം എപ്പോഴും കർത്താവ് ടൈമുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. കർത്താവ് ടൈമുമായിട്ടല്ല ലിങ്ക് ചെയ്തത്, ടൈം
കർത്താവിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ടൈം, കർത്താവിൽ ലിങ്ക് ചെയ്ത്, കർത്താവ് ചലിക്കുമ്പോൾ സമയവും ചലിക്കുകയാണ്. കർത്താവ് ചലിക്കുമ്പോൾ സീസൺസ് മാറുകയാണ്. കർത്താവ് ചലിക്കുമ്പോൾ വാതിലുകൾ തുറക്കുകയാണ്. കർത്താവ് ചലിക്കുമ്പോൾ നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ നടക്കുകയാണ്. കർത്താവ് ചലിക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കാത്തവർ കൃപാവരങ്ങൾ ഉൾപ്പെടെ ദൈവകൃപയാൽ പ്രാപിക്കുകയാണ്. കർത്താവ് ചലിക്കുമ്പോൾ ഏറ്റവും നല്ല അത് പേഴ്സൺ ഇവാഞ്ചലിസ്റ്റായി നീ കാണുന്ന എല്ലാവരോടും സുവിശേഷം പറയുകയാണ്. കർത്താവ് ചലിക്കുമ്പോൾ നിന്റെ കരങ്ങളിലൂടെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. കർത്താവ് ചലിക്കുമ്പോൾ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ പേക്കനാവ് കണ്ടല്ല ഞെട്ടി വിളിക്കുന്നത്. കർത്താവ് ചലിക്കുമ്പോൾ നീ സ്വർഗീയ ദർശനങ്ങളും സ്വപ്നങ്ങളും പ്രാപിക്കുകയാണ്. കർത്താവ് ചലിക്കുമ്പോൾ ഇതുവരെ നീ പറഞ്ഞിട്ടില്ലാത്തതായ സ്തോത്രം, അതേ ദൂതുകളും പ്രവചനങ്ങളും നിന്റെ നാവിലൂടെ അതേ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം അതേ ഒഴുകുകയാണ്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, കർത്താവ് ചലിക്കുന്നു, കർത്താവ് ചലിക്കുന്നു. ദൈവത്തിന്റെ ചലനം നിന്റെ വീട്ടിനകത്ത് ഈ വർഷം നീ കാണുവാൻ വേണ്ടി പോകുന്നു. ഉണങ്ങിയ അസ്ഥികൾ പോലെ കാണുന്നതായ വ്യക്തികളിൽ ദൈവത്തിന്റെ ചലനം ഈ വർഷം ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടുന്നത് നീ കാണുവാൻ വേണ്ടി പോകുന്നു. കമോൺ, വിശ്വസിക്കുന്നവർ, കൈകൾ അടിക്കുന്നവർ നന്നായി കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. യേശു കർത്താവിന്റെ ജനനം, അവന്റെ സ്നാനം, അവന്റെ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, അവന്റെ ശുശ്രൂഷ, സകലത്തിനൊരു ടൈം ഉണ്ടായിരുന്നു. അവന്റെ അറസ്റ്റിനൊരു ടൈം ഉണ്ടായിരുന്നു. അവന്റെ അടക്കത്തിനൊരു ടൈം ഉണ്ടായിരുന്നു. തീർന്നില്ല, അവന്റെ ഉയർപ്പിനൊരു ടൈം ഉണ്ടായിരുന്നു. അവന്റെ സ്തോത്രം അസെൻഷന്, സ്വർഗാരോഹണത്തിനൊരു ടൈം ഉണ്ടായിരുന്നു. ഇനി വരവിനെ കുറിച്ച് പറയും വേണ്ട, വരവിനെ കുറിച്ച് പറയും വേണ്ട. ഒരു പ്രവാചകൻ അറിയത്തില്ല, ഒരു പാസ്റ്റർക്ക് അറിയത്തില്ല, ഒരു അപ്പോസ്തലൻ അറിയത്തില്ല, ദൂതന്മാരോട് പറഞ്ഞിട്ടില്ല. വരുന്ന കർത്താവിന് മാത്രം, ആ കർത്താവിന് പോലും അറിയത്തില്ല. പിതാവാം ദൈവത്തിന് മാത്രമേ ആ നാളും ആ നാഴികയും അറിയത്തുള്ളൂ. അർത്ഥം സ്തോത്രം, യേശു ചലിക്കുന്നതനുസരിച്ച് ടൈം ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ടൈം ചലിക്കുകയാണ്. ഐ പ്രൊഫസൈ ഓവർ യു, നിന്റെ സീസൺ മാറുന്നു, നിന്റെ കാലം മാറുന്നു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ ഏതോ മേഖലകളിലൂടെ, പുതിയ ഏതോ അനുഭവങ്ങളിലൂടെ തമ്പുരാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുവാൻ വേണ്ടി പോകുന്നു. കാരണം സ്തോത്രം, കർത്താവ് അവൻ ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം അതേ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന്റെ ടൈമിലായിരുന്നു യേശു ജീവിച്ചത്. സ്തോത്രം, കർത്താവിന്റെ ടൈമിലാണ് അവൻ രക്തസ്രവക്കാരിയേക്ക് നിന്ന് കൊടുത്തത്. അവൾ വന്ന് വസ്ത്രത്തിൽ തൊട്ടത്. സ്തോത്രം, കാരണം അവൾക്കറിയാം ഇതെന്റെ ടൈമാണ്. അവൾക്കറിയാം 12 വർഷമായി എന്റെ ദോഷ ടൈമായിരുന്നു. മനസ്സിലാവും നിങ്ങൾക്ക്? ഞാൻ സ്പീഡായി പോയോ? കാരണം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. 12 വർഷമായി എന്റെ ദോഷത്തിന്റെ ടൈമായിരുന്നു. പക്ഷെ 12 വർഷമായി നഷ്ടവും കഷ്ടവും വേദനയും അശുദ്ധിയും റിജക്ഷനും അനുഭവിച്ച് ഞാനിതാ പിന്നിലിരുന്നെങ്കിൽ ഇത് എന്നെ മാറ്റുന്ന ടൈമാണ്. ഈ ടൈം എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ ദിവസം അവൻ എൻ്റെ വീടിനരികിലൂടെ പോകുമ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒറ്റ ദിവസമേ ഉള്ളൂ, ഇതെന്റെ ദിവസമാണ്. യങ്സ്റ്റേഴ്സിനോടാണ് ഞാനത് പറഞ്ഞത്. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് ടിവിയും കോമഡി ഷോയും അതേ ഇന്റർനെറ്റ് ഗെയിമും അല്ല വേണ്ടിയത്. ഇതെന്റെ ദിനമാണ്. ഈ ചാപ്റ്റർ എനിക്ക് പഠിക്കണം, ഈ പുസ്തകം ഇന്ന് തീർക്കണം, നന്നായി ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ ആയുധം മൂർച്ച കൂട്ടുകയാണ്. ഞാൻ ഉഴപ്പിന്റെ പൈതൽ അല്ല, ഞാൻ ഉഴപ്പൻ കുട്ടിയല്ല, ഞാൻ ഉഴപ്പൻ മകനല്ല. ഞാൻ അധ്വാനിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്റെ കർത്താവ് ചലിക്കുകയാണ്. എന്റെ കർത്താവ് ചലിക്കുമ്പോൾ ഞാനും ചേർന്ന് ചലിക്കുമ്പോൾ എന്റെ കർത്താവ് ചലിക്കുമ്പോൾ ഞാനും ചേർന്ന് ചലിക്കുമ്പോൾ ലിവിംഗ് മിറക്കിൾ, ഞാൻ ജീവിക്കുന്ന ഒരു അത്ഭുതമായിരിക്കുക. എന്റെ ഡിഗ്രി അത്ഭുതമാണ്, എന്റെ റിസൾട്ട് അത്ഭുതമാണ്. ആമേൻ പറയാ. ആരെല്ലാം ആമേൻ പറ. കേക്ക് വാങ്ങി തരാം മക്കളെ. സ്തോത്രം. അതെ, എന്റെ ഡിഗ്രി അത്ഭുതമാണ്, എനിക്ക് ജോലി കിട്ടുന്നത് അത്ഭുതമാണ്, എന്റെ PhD അത്ഭുതമാണ്, എന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്ഭുതമാണ്, എന്റെ സിവിൽ സർവീസ് അത്ഭുതമാണ്. യെസ്, എന്റെ കർത്താവ് ചലിക്കുകയാണ്. എനിക്ക് സീസണിൽ എന്റെ ഓപ്പർച്യൂണിറ്റി, എന്റെ അവസരം എനിക്ക് കളവാൻ കഴിയത്തില്ല. എന്റെ അവസരം എനിക്ക് കളയാനില്ല. ഒരേ ഒരു ദിവസം 33 വർഷത്തിൽ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ഇതാ ഒരു ദിവസം വന്നിരിക്കുന്നു. അവൻ എന്റെ വീട്ടിനരികിലൂടെ പോകുകയാണ്. ഞാൻ പോകും. അവൾ പറഞ്ഞു ഞാൻ പോകും. നാട്ടുകാർ പറയും പുറത്തിറങ്ങല്ലേ, എന്നാൽ ഞാൻ പോകും. അവൾ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഏതോ പേരൻസ് മക്കൾക്ക് വേണ്ടി റിസ്ക് എടുക്കട്ടെ. ഇൻ ജീസസ് നെയിം എന്റെ കുട്ടിയെ ഞാൻ റിലീസ് ചെയ്യും. എന്റെ കുഞ്ഞിനെ ഞാൻ ആ സ്ഥാനത്താക്കും. അയ്യോ, നാട്ടുകാർ ചെയ്യാത്തത്
നിന്റെ സഹോദരങ്ങൾ ചെയ്യാത്തത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുത്ത് പാരന്റ്സ് ഈ ദിവസം പ്രാർത്ഥിക്കട്ടെ. കാരണം എന്താ? ഇൻ ജീസസ് നെയിം ഇത് നിന്റെ സീസൺ ആണ്. സമയം തോൽക്കും, നീ ദൈവത്തിന്റെ കൃപയാൽ ജയിക്കും. അതേ സ്തോത്രം, അതേ ആ സ്തോത്രം. രക്തസ്രവക്കാരി പറഞ്ഞു, ഒരേ ഒരു സമയം ഈ ടൈം നഷ്ടപ്പെട്ടാൽ എന്റെ അവസരം പോകുകയാണ്. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, അവസരം കളയല്ല. പെട്ടെന്ന് പറ, അവസരം കളയല്ല. കർത്താവ് നിങ്ങൾക്ക് അവസരങ്ങൾ നൽകാൻ വേണ്ടി പോകുകയാണ്. പലരോടോ ആരോടൊക്കെ സുവിശേഷം പറവാൻ അവസരം ദൈവം നിനക്ക് നൽകുന്നു. നീ വായപ്പൊട്ടി മിണ്ടാതിരുന്നാൽ അവന്റെ രക്തം ദൈവം നിന്നോട് ചോദിക്കും. ഓ സ്തോത്രം. ദൈവകൃപയിൽ പ്രാർത്ഥിപ്പാൻ മുന്നേറുവാൻ ദൈവം നിനക്ക് അവസരം തരാൻ വേണ്ടി പോകുകയാണ്. ചില കോഴ്സിന് വേണ്ടി അവസരം തരാൻ പോകുകയാണ്. അത് നൂല് പോലെ തോന്നും, പക്ഷെ അത് കയറ് പോലെ പിന്നത്തേതിൽ വെളിപ്പെടും. ആരോടാ ഞാൻ പറഞ്ഞേ? അത് നിസ്സാരമെന്ന് തോന്നും. കേറി പിടിച്ചോളാം. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. ആ ചെറിയ അഡ്വർടൈസ്മെന്റ് കാണുമ്പോ അത് ഇംഗ്ലണ്ട് ആയിപ്പോയി, അത് ന്യൂസിലാൻഡ് ആയിപ്പോയി, അയ്യോ എന്റെ കുഞ്ഞിനെ ഞാൻ കിളിമാനൂരിന് അപ്പുറത്ത് കാണിച്ചിട്ടില്ല എന്ന് ഷെല്ലിൽ സ്തോത്രം ഇടല്. ഇൻ ജീസസ് നെയിം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ടുഡേ ഐ ആം അഡ്രസ്സിംഗ് ആൻ ഇന്റർനാഷണൽ ആൻഡ് അനോയിന്റഡ് സർവന്റ്സ് ഓഫ് ഗോഡ്. ഇന്ന് പകൽ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ട്രിവാൻഡ്രം ലോക്കൽസിനോടല്ല, രാജ്യങ്ങളെ മാറ്റുന്ന, വംശങ്ങൾക്ക് സ്തോത്രം ഊടും പാപപ്പെട്ട ഷേപ്പ് വരുത്തുന്ന ഒരു പുതിയ സ്തോത്രം റെമിനന്റിനോട്, ഒരു ശേഷിപ്പിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. Come out of your shell. ഓ ഹല്ലേലൂയ. നിന്റെ ചെറിയ മെന്റാലിറ്റിയിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ പുറത്തു വന്നാട്ടെ. സമയം തോൽക്കും, നീ ജയിക്കുവാൻ വേണ്ടി പോകുന്നു. നീ ജയിക്കുവാൻ പോകുന്നു. സംടൈംസ് ആവശ്യമില്ലാത്ത പോലും സ്തോത്രം നെഗറ്റീവ് പറയല്. എന്റെ നല്ല കാലം എല്ലാം തീർന്നു പോയി. സ്തോത്ര കണ്ണാടി നോക്കുമ്പോൾ വേണ്ട, ഇവിടെ ഒരു കറുപ്പുണ്ട്, ഇവിടെ ഒരു ചുളുക്കമുണ്ട്, ഇവിടെയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സ്തോത്രം എത്ര സമയം എടുത്തെന്നറിയോ ഇതിന്റെ കളറൊന്ന് മാറ്റാനായിട്ട്? അതെ സ്തോത്രം നോക്കണമേ. കണ്ണാടി കള്ളം പറയും. 2021 കർത്താവ് സത്യമേ പറയത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അർത്ഥം ഞാൻ പറയുന്ന ദൂതിതാണ്. പിതാവായ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞതായ അവസാനത്തെ കാര്യം ചെയ്ത് തീർത്തിട്ട് മാത്രമേ ഈ ലോകത്തിൽ നിന്ന് പോകാവൂ. യേശുവിന്റെ നാമത്തില് പകുതി മാത്രം ചെയ്തിട്ട് പണിതീരാത്ത വീടുമായി ശവപ്പെട്ടിക്കകത്ത് വീണ് കൊടുക്കല്ലേ. ഒരിക്കൽ കൂടെ പകുതി മാത്രം ചെയ്തിട്ട് ശവപ്പെട്ടിക്കകത്ത് സ്തോത്രം അതെ ദുഃഖത്തിന്റെ പാനപാത്രം പാടി സമയം ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് വിളിച്ചു പറയണം, പിതാവേ ഐ എം റെഡി, ഇറ്റ് ഈസ് finished. Oh, tetelestai. It is finished. അതിനിടയ്ക്ക് എന്നെ ഫിനിഷ് ചെയ്യുമെന്ന് ഒരിക്കൽ കൂടെ, അതിനിടയ്ക്ക് എന്നെ ഫിനിഷ് ചെയ്യുമെന്ന് പലരും പറഞ്ഞതാണ്, പലരും പ്രയത്നിച്ചതാണ്. പക്ഷെ അവർ സമയം തോറ്റ്. ഞാൻ ജയിച്ചു. അവൻ എന്നെ ഫിനിഷ് ചെയ്തില്ല. അവൻ സ്വർഗസ്ഥൻ എന്നെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ ഞാൻ ഫിനിഷ് ചെയ്തു. ലോകത്തിലുള്ള ഒരുത്തനും എന്നെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ചത് മുഴുവൻ ഞാൻ ഫിനിഷ് ചെയ്തു. ഏറ്റെടുക്കണം. നിന്നോട് ഞാൻ പറയാ, വീട്ടുകൊടുക്കല്ലേ. 50% അല്ല, 75% അല്ല, 99 അല്ല, 99.999 അല്ല. പകരം ഇൻ ജീസസ് നെയിം 100% ഫിനിഷ് ചെയ്ത് സ്തോത്രം ഫിനിഷ് ചെയ്തിട്ട് പറ ഐ എം റെഡി. കാരണം തിരുവചനം പറയുന്നു, യോഹന്നാൻ 19:28 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. വേദപുസ്തകം പറയുന്നു, so that the scripture might be fulfilled. അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ, വേദയിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ താൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി എന്തേലും ബാക്കിയുണ്ടോ? ഓ യെശയ്യാവ് പറഞ്ഞത്, മോശ പറഞ്ഞത്, സെഖര്യാവ് പറഞ്ഞത്, പ്രവാചകന്മാർ എന്നെ കുറിച്ച് പറഞ്ഞതാ. എന്റെ മെനു, എന്റെ പ്രോഗ്രാം, എന്റെ അജണ്ട, അതിലെന്തേലും ബാക്കിയുണ്ടോ? പെട്ടെന്ന് അവൻ ഓർമ്മ വന്നു, ഒരു കാര്യം ബാക്കിയുണ്ട്. കയ്പ് കാടി കുടിച്ചില്ല. ഒരു കാര്യം ബാക്കിയുണ്ട്. അതുകൊണ്ട് അവൻ ചോദിച്ച് കുടിച്ചു. ചരിത്രത്തിൽ ഇതുവരെ ക്രൂശിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കയ്പതാ. ഓൾറെഡി വേദനയിൽ കിടക്കുകയാണ്. ഒരുത്തനും ചോദിച്ചില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന വേദനയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ്. പക്ഷെ എന്റെ കർത്താവ് മറ്റൊരുത്തനെ പോലെയല്ല. അതുകൊണ്ട്
സ്തോത്രം. 2021 ഞാൻ അല്പം ചാർജ് കൂടിയാണ് വന്നത്. ഹല്ലേലൂയ. എന്നെ ടോളറേറ്റ് ചെയ്യുമെന്ന് പറയുന്നവർ മാത്രം എൻ്റെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെസ്, ഉറങ്ങിയിരുന്നൊരു ഇപ്പോഴാണ് കണ്ണു പറഞ്ഞത്. അവർ വിചാരിച്ചത് ദൂതമെന്ന് വിളിച്ചെന്നാണ്. കേക്ക് തിരുവചനം പറയുന്നത്. സ്തോത്രം. അതെ, യേശു കർത്താവ് സ്തോത്രം മറ്റൊരുത്തനെ പോലെയല്ല. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, തൊട്ടല്ല, അയ്യോ കോവിഡ് കാല. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, സ്തോത്രം. യേശുവിനെ പോലെ ആരുമില്ല. പെട്ടെന്ന് പറഞ്ഞേ, യേശുവെ പോലെ ആരുമില്ല. ബാക്കിയുള്ള എല്ലാവരും ആണിന്ന് പുറത്ത് വരണം, കുരിശിന്ന് പുറത്ത് വരണമെന്നാണ് പറയുന്നത്. വേദന കുറയണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവൻ പറയുന്നത് കുറച്ചുകൂടെ കയ്പ് താന്നാ പറഞ്ഞത്. സ്തോത്രം. അതെ, നിന്റെ വേദന കുറയുവാനും നീ കയ്പിൽ നിന്ന് പുറത്തു വരുവാനും ആ അവസാനത്തെ പ്രോഫസി കൂടെ അവൻ ചോദിച്ച് ഫുൾഫിൽ ചെയ്തു. ഓർത്താട്ടെ, ഇനി എന്തൊക്കെ ഫുൾഫിൽ ചെയ്യാനുണ്ട്, ഇനി എന്തൊക്കെ നിറവേറാനുണ്ട്, എന്തൊക്കെ വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ട്, എന്തൊക്കെ കാര്യം ചെയ്യാനുണ്ട്. ചിലരെന്നെ തുറച്ചു നോക്കിയിട്ട് പറയും, ഞങ്ങളെ തുടങ്ങിയിട്ട് പോലും ഇല്ല, പിന്നെയല്ലേ തീരുന്ന കാര്യം. സ്തോത്രം. അതെ, കൺഗ്രാറ്റുലേഷൻ. പക്ഷേ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നോട്ട് ബൈ മൈ നോട്ട് ബൈ പവർ. സൈന്യം കൊണ്ടല്ല നീ അത് ചെയ്യുന്നത്, ശക്തി കൊണ്ടല്ല നീ അത് ചെയ്യുന്നത്, ദൈവത്തിന്റെ കഴിവിനാലും കൃപയാലും അഭിഷേകത്താലാണ് നീ അത് ചെയ്യുന്നത്. കുഞ്ഞെ, തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റൊരുത്തൻ ചെയ്യുന്നത് കണ്ട് നീ ഗാലറിയിൽ നിന്ന് കൈയടിക്കുന്നവനല്ല. പകരം ഇൻ ജീസസ് നെയിം നീ ചെയ്യേണ്ടത് മുഴുവൻ നീ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത്. ലൂക്കോസ് 23 സ്തോത്രം അദ്ദേഹം 46 പിതാവേ, തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ബാക്കി പറ ഭരമേൽപ്പിക്കുന്നു. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഇടക്കിടക്ക് നമ്മൾ പറയാറുണ്ട്, മതി എങ്ങനെയെങ്കിലും ജീവിതം തീർന്ന് കിട്ടിയാ മതി. നോ, ഇൻ ജീസസ് നെയിം. പരാജയ കുടിയിൽ വീടല്ല. എനിക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്റെ ബെസ്റ്റ് സീസണിലേക്ക് ഞാൻ കയറുന്നതേ ഉള്ളൂ. ഓ ഹല്ലേലൂയ. എൻ്റെ ബെസ്റ്റ് സീസണിലേക്ക് ഞാൻ കയറുന്നതേ ഉള്ളൂ. അത് മുഴുവൻ തീർത്തിട്ട് മാത്രമേ എനിക്ക് ലോകം വിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് കർത്താവ് മാത്രമല്ല, കർത്താവിന്റെ പിന്നാലെ പോയ വേറെ 2 പേരെ കൂടെ ഞാൻ പറയാം. അവർ ചെയ്ത് തീർക്കേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ടാണ് അവര് സ്തോത്രം തങ്ങളുടെ ആത്മാവിനെ ഏൽപ്പിച്ചത്. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞു വരുന്നത്? വയസ്സായി മരിച്ചു എന്നല്ല, സ്തോത്രം. വയസ്സായിട്ട് മരിക്കാം എന്നല്ല ഞാൻ പറയുന്നത്. അവന്റെ ടൈം തീരുമ്പോഴാണ് ഈ ലോകം വിട്ട് പോകേണ്ടത്. സ്തോത്രം. വീട്ടിലേക്ക് നീ പോകുന്നത്, വീട്ടിലേക്ക്, നിന്റെ സ്വർഗീയ വീട്ടിലേക്ക് പോകുന്നത്, അവൻ നിന്നെക്കുറിച്ച്, ദൈവം നിന്നെക്കുറിച്ച് ചെയ്ത് തീർക്കുന്ന മുഴുവൻ കാര്യം ചെയ്ത് തീർത്തിട്ടാണ് സ്തോത്രം ദൈവസന്നിധിയിലേക്ക് പോകുന്നത്. സ്തെഫാനോസ് മരിക്കുമ്പോൾ മിക്കവാറും പേർ പറയുന്നു മിഡിൽ ഏജ് ആയിരുന്നു. വൃദ്ധനായിട്ടല്ല സ്തെഫാനോസ് മരിച്ചത്. പക്ഷെ സ്തെഫാനോസ് അത്രയും ചെയ്താൽ മതി. ദൈവത്തിന്റെ ടൈം അത്രയേ ഉള്ളൂ. അത്രയും ചെയ്താൽ മതി. അവൻ ചെയ്യേണ്ടത് ഒറ്റ പ്രസംഗമായിരുന്നു. ആ ഒറ്റ പ്രസംഗം ചെയ്ത് ദൈവത്തിന്റെ സമയം കഴിഞ്ഞപ്പോ പിന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും സവർക്കാർക്കും തലവേദനയായി അവൻ ചുറ്റിക്കറങ്ങി നടന്നില്ല. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ചുറ്റിക്കറങ്ങി നടക്കല്ലേ. ദൈവത്തിന്റെ ടൈം കഴിഞ്ഞിട്ട് കോസ്മെ വഴി, അവിടുന്ന് GG ഹോസ്പിറ്റൽ, പിന്നെ മേലെ മെഡിക്കൽ കോളേജ്, അവിടുന്ന് പിന്നെ ദൈവത്തിന്റെ ടൈം കഴിഞ്ഞിട്ട് കിംസ്, ദൈവത്തിന്റെ ടൈം കഴിഞ്ഞിട്ട് നിംസ്, എനിക്കറിയത്തില്ല ബാക്കി ഏതൊക്കെ പെട്ടിക്കടയുണ്ടെന്ന്. ദൈവത്തിന്റെ ടൈം കഴിഞ്ഞ് ഒറ്റ എണ്ണം ഇവിടെ കണ്ടുപോകല്ല. ദൈവത്തിന്റെ ടൈം കഴിഞ്ഞ് ഹോം നേഴ്സിന്റെ കയ്യിൽ വീഴാൻ പാടില്ല. ദൈവത്തിന്റെ ടൈം കഴിഞ്ഞ് സ്ട്രക്ചറിൽ കിടക്കാൻ പാടില്ല. ദൈവത്തിന്റെ ടൈം കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്തി കയറാൻ പാടില്ല. ദൈവത്തിന്റെ ടൈം കഴിഞ്ഞ് ഓടിക്കൊള്ളണം, പറന്നോളണം. ദൈവത്തിന്റെ ടൈം യേശുവിന്റെ നാമത്തിൽ ഒറ്റയണ കിടക്കുന്നത് ഞാൻ കാണത്തില്ല. സകലരും പറന്നു പോകുന്നത് മാത്രമേ ഞാൻ കാണത്തുള്ളൂ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പിതാവേ, തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. സ്തോത്രം. സ്തെഫാനോസ് പറഞ്ഞു, എന്റെ മിഷൻ കഴിഞ്ഞു. 10,000 ക്രൂസ് എണ്ണത്തിട്ടില്ല, ഒറ്റ പ്രസംഗം മതി. അത്രേ സമയമുള്ളൂ. യേശു കർത്താവിന് 33.5 വയസ്സായിരുന്നു. സ്തെഫാനോസിന് ഒരു പ്രസംഗമായിരുന്നു. അത്രേ ഉള്ളൂ സമയം. പോൾ ദ അപ്പോസ്റ്റൽ. കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്തോത്രം അതെ ശുശ്രൂഷിച്ച, ഏറ്റവും കൂടുതൽ ശോഭിച്ചതായ പൗലോസിന്റെ കാര്യം എന്താണ്? ഞാൻ പല ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്. അവരോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അവർ പറയും 40 വർഷത്തിലധികമായി കർത്താവിന്റെ ശുശ്രൂഷയിലാണ്. 40 വർഷം എന്ന് പറയുന്നത് ഒരു തലമുറയാണ്. സ്തോത്രം. അതെ, ഞാൻ കണ്ടിട്ടുണ്ട് 60 വർഷം വരെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. ഉദാഹരണമായി പാസ്റ്റർ VA തമ്പി തുടങ്ങി വലിയൊരു ലിസ്റ്റ് തന്നെ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയും. 60 വർഷം കർത്താവിന്റെ ശുശ്രൂഷ. അരേ ബാപ്പരെ, എത്ര ഭയങ്കര സ്തോത്രം. അതെ, ലെങ്തിയാണ്. പക്ഷെ പൗലോസിന്റെ ശുശ്രൂഷ നോക്കുമ്പോൾ സ്തോത്രം ഈവൻ 30
35 വർഷം മാത്രമേ അവൻ ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരുന്നുള്ളൂ എന്നാണ് മിക്കവാറും കണക്കുകൾ പറയുന്നത്. 65-നും 68-നും ഇടയ്ക്ക്, AD 65-നും 68-നും ഇടയ്ക്ക് അവനിതാ രക്തസാക്ഷിയായി. സ്തോത്രം. അവൻ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു. പൗലിന് അത് അറിയാമായിരുന്നു, പൗലൂസിന് അത് അറിയാമായിരുന്നു. നാട്ടുകാരല്ല പറഞ്ഞത് നിന്റെ തല വെട്ടുകടാ, നിന്റെ പരിപാടി തീർക്കും. ഏതോ കള്ളപ്രവാചിയല്ല പറഞ്ഞത്, സ്തോത്രം, നിന്റെ ശരീരം ഇതാ ചെതറി. നോ 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 വേ. പകരം പൗലൂസ് തന്നെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി ഉള്ളത് ചർച്ച് പ്ലാന്റിംഗ് അല്ല, ഇനിയുള്ളത് ക്രൂസൈഡ് അല്ല, ഇനിയുള്ളത് രോഗശാന്തിയല്ല. ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. ഭൂമിയിൽ എനിക്ക് ഒന്നുമില്ല. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഭൂമിയിൽ ഇനി എനിക്ക് ശുശ്രൂഷയില്ല. ഇനി ഞാൻ പോകുകയാണ്. ബബായ്. എക്സാക്ട്ലി. എന്റെ പെട്ടി പാക്ക് ചെയ്തു, ഞാനിത് റെഡി ആയിരിക്കുന്നു. സ്തേഫാനോസ് അതാണ് പറഞ്ഞത്. സ്തോത്രം. പിതാവെ തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. പൗലോസ് അതാണ് പറഞ്ഞത്. യേശു കർത്താവ് അതാണ് പറഞ്ഞത്. സ്തോത്രം. ഫാദർ, into thy hand I commend my spirit. പിതാവേ തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാരണം കർത്താവിന് അറിയാം എന്റെ നാളുകൾ ഹെരോദാവിന്റെ കയ്യിലല്ല, പിലാത്തോസിന്റെ കയ്യിലല്ല, എന്റെ നാളുകൾ അങ്ങയുടെ കയ്യിലായിരിക്കുന്നു. സോ ദൈവത്തിന്റെ ടൈമിങ്ങിൽ, ദൈവത്തിന്റെ സമയമനുസരിച്ച് ജീവിച്ചോട്ടെ. അത് മനുഷ്യന്റെ ടൈമല്ല. എത്ര വർഷങ്ങൾ നിങ്ങൾ ജീവിക്കുന്നു എന്നല്ല, എത്ര കാലം നിങ്ങൾ ജീവിക്കുന്നതല്ല, ദൈവത്തിന്റെ ടൈമിൽ ജീവിച്ചോട്ടെ. ദൈവത്തിന്റെ സമയത്ത് പ്രയോജനപ്പെട്ടോട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ ദൈവത്തിന്റെ ടൈമും സീസണും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ്. ഇത് ഇൻട്രൊഡക്ഷനാ. ദൈവത്തിന്റെ ടൈമും ദൈവത്തിന്റെ സീസണും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ ഐ ഗ്യാരണ്ടി യു, നിന്റെ ഒരു മാസം പോലും നഷ്ടമാകത്തില്ല, നിന്റെ ഒരു വർഷം പോലും നഷ്ടമാകത്തില്ല. ചുമ്മാ ഒരു മാസം പോയി, ചുമ്മാ ഒരു വർഷം പോയി, ഒന്നും നടന്നില്ല. നോ, എന്തേലുമൊക്കെ സൃഷ്ടികർത്താവിന് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട്. 2020 എന്തേലുമൊക്കെ കർത്താവ് എനിക്ക് തന്നു, ദൈവം എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നവരുടെ കരങ്ങൾ ഒന്ന് കണ്ടേക്കൊള്ളായിരുന്നു. റിയലി 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 കർത്താവ് 2020 എന്തേലുമൊക്കെ ചെയ്തതിന് രണ്ട് കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാടെ. വായി തുറന്ന് ശബ്ദമുയരട്ടെ. കോടിക്കണക്കിന് കുടുംബങ്ങൾക്കൊന്നും നടന്നില്ല, കോടിക്കണക്കിന് വ്യക്തികൾക്കൊന്നും നടന്നില്ല. അവരെ ലോക്ക്ഡൌൺ ബാധിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട പൈതലിനെ ലോക്ക്ഡൌൺ ബാധിക്കുന്നില്ല. പകൽ സൂര്യൻ എങ്കിലും രാത്രി ചന്ദ്രൻ എങ്കിലും നിന്നെ ബാധിക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. നിങ്ങൾ സമയത്തിന് അടിയിലല്ല, നിങ്ങൾ സമയത്തിന് മുകളിലുള്ളവരത്രേ. സമയം തോൽക്കട്ടെ, നീ ജയിക്കട്ടെ. സമയം തോൽക്കുന്നു, നീ ജയിക്കുന്ന. ദൈവത്തിന്റെ മഹത്വത്തിന്റെ അഥവാ സാന്നിധ്യത്തിന്റെ ചലനമനുസരിച്ച് ആരാണോ മുന്നോട്ട് നടന്നത് അവരുടെ മുൻപിൽ സമയം തോറ്റു. സ്തോത്രം. അവരുടെ ജീവിതം ജയിച്ചു. ജീവിതത്തിൽ ജയിക്കണമെന്ന് പറയുന്നവർ ആമേൻ പറഞ്ഞേ. മഹത്വത്തിന്റെ ചലനമനുസരിച്ച് കർത്താവിനെ ഹേർട്ട് ചെയ്യുന്നവരല്ല, പകരം കർത്താവിൽ രസിച്ചവർ, കർത്താവിൽ ആശ്രയിച്ചവർ അവരുടെ ജീവിതത്തിൽ സമയം തോറ്റു, അവർ ദൈവകൃപയാൽ ജയിച്ചു. രണ്ട് എക്സാമ്പിൾ പറയട്ടെ. സ്തോത്രം. ഒന്നാമത്തെ മഹാപുരോഹിതൻ സ്തോത്രം അഹരോനാണ്. സ്തോത്രം. അത് ഏറ്റവും ഫേമസ് ആയി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ദൂതാണ് അർദ്ധരാത്രിയിലെ കരച്ചിൽ. അഹരോൻ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചു. ജീവിതത്തിന്റെ രാത്രികളിൽ കരഞ്ഞവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ജീവിതത്തിന്റെ രാത്രികളിൽ കരഞ്ഞവർ സ്തോത്രം. ഹല്ലേലൂയ. ഈ പകലുള്ള കരച്ചിനേക്കാൾ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീർന്നത് നമ്മുടെ രാത്രിയിലെ കരച്ചിലാണ്. എൻ്റെ അപ്പച്ചൻ്റെ നിന്റെ ഡേ ഡ്യൂട്ടി ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി ഇഷ്ടമാണ് ആര് നിന്നെ എത്തി നോക്കാത്തതായ നിന്റെ രാത്രിയിൽ സ്തോത്രം അതേ പ്രവർത്തിക്കുന്നവൻ. അവൻ അർദ്ധരാത്രിയിൽ സ്നേഹിക്കുന്നവൻ. എക്സാക്ട്ലി അഹരോൻ അവണ്ണം തന്നെ സകല ഗോത്രങ്ങൾ അവനെതിരെ വെല്ലുവിളിക്കുമ്പോൾ സംഖ്യാപുസ്തകം 17 രാത്രിയിൽ അവൻ ദൈവത്തിന് മുൻപിൽ സ്തോത്രം കരഞ്ഞു. വേദപുസ്തകം പറയുന്നു അവന്റെ വാടി തളർത്തു.
വടി എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളവർക്കൾക്ക് ഇറ്റ് ഈസ് യുവർ കോളിംഗ്. അത് നിന്റെ വിളിയാണ്, അത് നിന്റെ വിളിയാണ്, അത് നിന്റെ വിളിയാണ്. ആ വിളിയിൽ നിന്നാട്ടെ, ആ വിളിക്കനുസരിച്ച് ജീവിച്ചാട്ടെ. ജീവിതം നിലവിളിയായി തീരാതിരിപ്പാൻ വിളി അനുസരിച്ച് ജീവിച്ചാട്ടെ. പോയി ഞാൻ പോവാ. സ്തോത്രം. ജീവിതം നിലവിളിയാകാതിരിപ്പാൻ, ജീവിതം നിലവിളിയാകാതിരിപ്പാൻ നിന്റെ വിളി അനുസരിച്ച് ദൈവകൃപകൾ ജീവിച്ചാട്ടെ. സ്തോത്രം. അഹരോന് എതിരെ ഇത് എല്ലാ ഗോത്രക്കാർ ഒരുമിച്ച് വിരൽ ചൂണ്ടിയപ്പോൾ അവൻ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. എന്നാൽ ബാക്കിയുള്ള ഒരുത്തന്റെ വടിക്ക് പോലും ഒരു വ്യത്യാസമില്ലാതിരിക്കുമ്പോൾ അഹരോന്റെ വടി മാത്രം തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. പറഞ്ഞാട്ടെ, അഹരോന്റെ വടി മാത്രം എന്ത് ചെയ്ത്? ക്രൈസ്തന്റെ തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. ഒന്മാറ്റായി തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. വരണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വെട്ടിയെടുത്തിട്ട് വർഷങ്ങളായി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ സ്വപ്നങ്ങളെല്ലാം വറ്റിപ്പോയി, വരണ്ടുപോയി, എൻ്റെ ജീവിതം മുഴുവൻ ഉണങ്ങിപ്പോയി, വിറക് കമ്പായി പോയി, അഹരോന്റെ വടി പോലെ വിറക് കമ്പായി പോയി എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, പുനരുത്ഥാനവും ജീവനുമാകുന്ന കർത്താവ് നിന്റെ അടുക്കൽ ഇതാ നിന്നുകൊണ്ടിരിക്കുകയാണ്. ചത്തത് സകലതും തളിർക്കട്ടെ, ചത്തത് സകലതും തളിർക്കട്ടെ, ചത്തത് സകലം തളിർക്കട്ടെ. തളിർത്തു, ഒറ്റ രാത്രി കൊണ്ട് തളിർത്തു. സ്തോത്രം. അത് വളർന്നപ്പോൾ അത് പൂത്തു, പൂത്തപ്പോൾ അത് ഫലം കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട്. വായി തുറന്ന് പറഞ്ഞ എത്ര രാത്രി കൊണ്ട്, എത്ര പകൽ കൊണ്ട്, എത്ര സീസൺ കൊണ്ട്? ഒറ്റ രാത്രി കൊണ്ട്. സ്തോത്രം. ജൂയിഷ് റബിമാരനോട് സ്തോത്രം അത് എവിടെ വെയിലും വാളിന് അരികിൽ വെച്ച് സ്തോത്രം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഹേ ഇന്ത്യൻ പ്രീച്ചറെ, നീ ഇന്ത്യയിൽ പോയി പറയണം, ഗർഭിണി ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ വഹിക്കുന്നത് 9 മാസം എന്നതുപോലെയാണ്. സ്തോത്രം. ഒരു ബദാം തളിർത്ത് പൂത്ത് ഫലം കായ്പാൻ മറ്റുള്ളവന്റെ ജീവിതത്തിൽ 9 മാസം കൊണ്ടാണ് അത് തളിർക്കുന്നത്, പൂക്കുന്നത്, ഫലം കായ്ക്കുന്നത്. പ്രകൃതി പറയുന്നതായ ബദാം ചില്ല, അത് സ്തോത്രം ബദാം വടിയാണ് അഹരോന്റെ വടി. പ്രകൃതി പറയുന്നത് 9 മാസം വേണം. നിന്റെ ഡോക്ടർ പറയുന്നത്, നിന്റെ പ്രൊഫസർ പറയുന്നത്, നിന്റെ ബയോളജിസ്റ്റ് പറയുന്നത്, നിന്റെ ബൊട്ടണിസ്റ്റ് പറയുന്നത് സ്തോത്രം 9 മാസം വേണം. എന്നാൽ സമയം തോൽക്കും, നീ ജയിക്കുക. സമയം തോൽക്കും, നീ ജയിക്കുക. സമയം തോൽക്കും, നീ ജയിക്കുക. സ്തോത്രം. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അത് തളിർത്തു, അത് പൂത്തു, അത് ഫലം കായ്ച്ചു. ആരോടാ ഞാൻ പ്രസംഗിക്കുന്നത്? 3 വർഷം കൊണ്ട് ഈ കോഴ്സ് തീരത്തുള്ളൂ എന്ന് പറഞ്ഞത് 1.5 വർഷം കൊണ്ട് തീർക്കുവാൻ തക്കണം. നിന്റെ കാലുകൾക്ക് റാപ്പിഡിറ്റിയും, നിന്റെ കൈകൾക്ക് ദൃഢതയും, നിന്റെ ബുദ്ധിക്ക് പ്രാവീണ്യവും നൽകി ദൈവം നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവന്റെ ജീവിതത്തിൽ 9 മാസം അഹരോൻ വന്നിട്ടുണ്ടെങ്കിൽ പറയും, എനിക്ക് ഒറ്റ രാത്രി. എത്ര ലാഭിച്ചു മക്കളെ? എത്ര ലാഭിച്ചു? അഹരോൻ പറയും, 9 മാസം ലാഭിച്ചു. അതാണ് റിഡംഷൻ ഓഫ് ടൈം. ടൈം റിഡീംഡ്. നഷ്ടപ്പെട്ട സമയം എനിക്ക് തിരികെ കിട്ടി. എന്റെ ക്ലോക്ക് പിന്നോട്ടാണ് ചലിക്കുന്നത്. ഞാൻ പുരോഗതി പ്രാപിച്ചു മുന്നോട്ടാണ്. ഞാൻ പുരോഗതിക്കായി മുന്നോട്ടാണെങ്കിലും പലരുടെ ക്ലോക്കുകളും മാസങ്ങളെ കലണ്ടറുകൾ മുന്നോട്ടെങ്കിൽ എന്റെ ക്ലോക്കുകൾ പിന്നോട്ടാണ്. കഥ കേട്ടിരിക്കല്ലേ? യേശുവിന്റെ നാമത്തിൽ സമയം തോൽക്കട്ടെ, നീ ജയിക്കട്ടെ. എന്റെ ക്ലോക്ക് ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവർക്ക് മാസങ്ങൾ എടുത്ത് നടന്നത് എനിക്ക് ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ഓവർനൈറ്റ് ബ്ലെസ്സിംഗ്, ഓവർനൈറ്റ് ഡെലിവറൻസ്, ഓവർനൈറ്റ് ബ്രേക്ക് ത്രൂ. എത്ര പേർ സ്തോത്രം പറഞ്ഞു? കരങ്ങളെ അടിച്ചു, വായി തുറന്ന് ദൈവത്തെ ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ ഓവർനൈറ്റ് ഒറ്റ രാത്രി കൊണ്ട്. 3 പേരെ നോക്കി പറ, ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട്. എന്റെ വിളിയിൽ അത് സംഭവിച്ചത് ഒറ്റ രാത്രി. വിളി മീൻസ് വടി. എന്റെ വിളിയിൽ അത് സംഭവിച്ചത് ഒറ്റ രാത്രി കൊണ്ട്. പലരും സ്തോത്രം അനേക മാസങ്ങൾ കാത്തിരുന്നാണ് ആ വിടുതൽ ഏറ്റെടുത്തത്. എന്നാൽ ഇന്ന് വിളിയുള്ള ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, വിളിയുള്ള എല്ലാവരും കരങ്ങളൊന്നും കണ്ടേക്കൊള്ളായിരുന്ന വണ്ടർഫുൾ. നിന്റെ വിളിയിൽ ഒരു തളിർപ്പുണ്ട്. വിടർന്നിട്ടില്ലാത്തൊരു പൂവുണ്ട്, ഉണ്ടായിട്ടില്ലാത്തതൊരു കായുണ്ട്. നിന്റെ വിളിയിൽ ഒരു പൂവുണ്ട്, നിനക്കൊരു തളിർപ്പുണ്ട്.
നിനക്കൊരു പൂവുണ്ട്, നിനക്കൊരു കായുണ്ട്. മക്കളെ, ഇതൊക്കെ എഴുതി അങ്ങ് പ്രോമിസറി നോട്ടായി തരുന്നത് പോലെയുള്ള ദൂതുകളാണ്. ഏറ്റെടുക്കണം. നിന്റെ വിളിയിൽ നിനക്കൊരു പുഷ്ടിയുണ്ട്, വളർച്ചയുണ്ട്. നിന്റെ വിളിയിൽ വിടർന്നിട്ടില്ലാത്ത പുഷ്പങ്ങളുണ്ട്. നിന്റെ വിളിയിൽ ഇല്ലാത്ത ഫലങ്ങളുണ്ട്. ഹല്ലേലൂയ, ഇൻ ജീസസ് നെയിം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവ് പറയുന്നു, യെസ്, ഒറ്റ രാത്രി കൊണ്ട് ഒരു വ്യത്യാസം ഇൻ ജീസസ് നെയിം. ഇത്രയൊക്കെ പറഞ്ഞാലും കാലേബ് വന്നിരുന്നെങ്കിൽ പുള്ളി മിണ്ടത്തില്ലായിരുന്നു. കാലേ വനക്കത്തില്ലായിരുന്നു. കാലേബ് പറയും, അവന്റെ 9 മാസം പിന്നെ അവൻ നേടിയത് 9 മാസമെന്ന്. ഞാൻ നേടിയത് എന്തെന്നറിയോ? ഈ വെളിപ്പാട് എന്റെ അകത്ത് കയറിയപ്പോ ഞാൻ നേടിയത് എത്രയെന്നറിയണോ? അവൻ നേടിയത് 9 മാസമെങ്കിൽ ഞാൻ നേടിയത് 40 വർഷമാണ്. പോയി കഴിഞ്ഞ 33 വർഷം സുരേഷ് ബാബു പറയാത്തതാണ് ഇന്നലെ രാത്രി നിന്നോട് പറവാൻ കർത്താവ് പറഞ്ഞത്. കാലേ പറയും, ഞാൻ നേടിയത് 40 വർഷമാണ്. കാരണം 40 വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് കാദേശ് ബർണയിൽ വെച്ച് മോശെ എന്നെ പറഞ്ഞേക്കുമ്പോ അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്. യേശുവിന്റെ നാമത്തില് ആരോഗ്യത്തില് ഒരു വിടുതലുണ്ട്. കമോൺ, പ്രാപിക്ക്. ക്ഷയിക്കാത്ത ആരോഗ്യങ്ങൾ പ്രാപിച്ചാട്. ക്ഷയിക്കാത്ത ആരോഗ്യങ്ങൾ ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തില് ആ ഡയബറ്റിക് വിട്ടുപോകട്ടെ, ആ BP നോർമൽ ആകട്ടെ, ആ കൊളസ്ട്രോൾ നോർമൽ ആകട്ടെ, ആ തൈറോയ്ഡ് നോർമൽ ആകട്ടെ. താങ്ക് യു ബ്രദർ. ആരൊക്കെ പരസ്പരം കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വിടുതലാകട്ടെ, അവർക്ക് സൗഖ്യമാകട്ടെ, അവർക്ക് അനുഗ്രഹമാകട്ടെ. അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്. അന്നത്തെ ശബ്ദം എനിക്കിന്നുമുണ്ട്. അന്നത്തെ മെമ്മറി പവർ എനിക്കിന്നുമുണ്ട്. അന്നത്തെ ആസ്തി ബലം എനിക്കിന്നുമുണ്ട്. യേശുവിന്റെ നാമത്തില് ഞാൻ വാദത്തിന്റെ വ്യക്തിയല്ല, ഞാൻ ബലഹീനതയുടെ വ്യക്തിയല്ല. യേശുവിന്റെ നാമത്തിൽ അന്നത്തെ ആരോഗ്യം എനിക്കിന്നുമുണ്ട്. വിശ്വസിക്കുന്നവർ ഇടതും വലതും മുന്നിലും പിന്നിലും ഇരിക്കുന്ന ആ അമ്മച്ചിയുടെ മേല്, ആ സഹോദരന്മാരുടെ മേല്, ആ വീട്ടിൽ അടുത്തിരിക്കുന്നവരുടെ മേല്, ആ കുഞ്ഞിന്റെ മേൽ കരങ്ങളെ നീട്ടി വന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. കമോൺ, സ്തോത്രം ചെയ്താട്ടെ. വായി തുറന്ന് കമോൺ നൗ ഇൻ ജീസസ് നെയിം. എല്ലാ കഞ്ചൂസും വിട്ടുപോകട്ടെ. യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. ഇന്ന് പകൽ ആർക്കു വേണ്ടിയോ നീ കൈ നീട്ടുമ്പോൾ നിന്റെ വിരൽത്തുമ്പിലേക്ക് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ഒരു ആരോഗ്യത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാസ് ഹീലിംഗ് ഇൻ ജീസസ് നെയിം. കൂട്ടമായി ജനം സൗഖ്യമാകട്ടെ. ഇത് സൗഖ്യത്തിന്റെ വർഷമാകട്ടെ. ഉണങ്ങാതിരിക്കുന്ന മുറിവുകൾ ഇൻ ജീസസ് നെയിം ഇപ്പോൾ സൂപ്പർ നാച്ചുറലി ഉണങ്ങട്ടെ. ഡയബറ്റിക്സിന്റെ സൈഡ് എഫക്ട് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ക്യാൻസർ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. കാഴ്ചക്കുറവുകൾ തിരികെ വരട്ടെ. ചലനമില്ലാതിരിക്കുന്ന ചത്തുപോയിരിക്കുന്ന അവയവങ്ങൾ ചലിക്കട്ടെ. ബലഹീനപ്പെട്ടിരിക്കുന്നതായ കിഡ്നികൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തില്. Come on, hallelujah. എല്ലാ ആസ്മാറ്റിക് കംപ്ലൈന്റ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സകല അലർജികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ മൈഗ്രെയിൻ ഹെഡേക്സ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. Come on, വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് അന്നത്തെ ആരോഗ്യം എനിക്കിന്നുമുണ്ട്. പണ്ട് ഭോപ്പാലിൽ താമസിപ്പിച്ചപ്പോഴല്ല നിനക്ക് ആരോഗ്യം, നിനക്കിപ്പോ തിരുവനന്തപുരത്ത് ആരോഗ്യമുണ്ട്. പണ്ട് മുംബൈയിൽ ഉണ്ടായിരുന്നപ്പോഴല്ല നിനക്ക് ആരോഗ്യം, നിനക്കിപ്പോഴും അതേ ആരോഗ്യമുണ്ട്. ഈ ന്യൂ ഇയറിന് ഒരു ന്യൂ ഇയർ പ്രസന്റേഷനായി ഒരു പുതപ്പ് നിന്റെ മേൽ സ്വർഗം ഇടുകയാണ്. ആരോഗ്യത്തിന്റെ പുതപ്പ്. I release it on these people in Jesus name. Hallelujah. ആരോഗ്യത്തിന്റെ പുതപ്പ്. അന്നത്തെ ആരോഗ്യം നിനക്ക് ഇന്നുമുണ്ട്. നിന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, നിന്റെ മനസ്സിന് ആരോഗ്യമുണ്ട്. നിന്റെ ശരീരം ക്ഷീണിക്കത്തില്ല, നിന്റെ മനസ്സ് വാടത്തില്ല. നിന്റെ ശരീരം ക്ഷീണിക്കത്തില്ല, നിന്റെ മനസ്സ് വാടത്തില്ല. അവൻ ദുർബലന്മാരെ ഇന്ന് പകൽ ഇതാ ബലവാന്മാരാക്കി തീർക്കുകയാണ്. അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്.
ഹല്ലേലൂയ. ഓ സ്തോത്രം 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 സ്തോത്രം. 103 ഞാൻ വിളിച്ചു പറയട്ടെ. ഓ നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം, കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം ആ ബലഹീനത പോകുന്നു. ആ ബലഹീനത ഇഴഞ്ഞു പോകുന്ന പാമ്പ് പോലെ പോകുന്നു. ഓ ആരോഗ്യം എണ്ണ ഒഴുകുന്നത് പോലെ തല മുതൽ പാദം വരെ ഒഴുകിയിറങ്ങുന്ന ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഓ ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ബലഹീനതയ്ക്ക് പോകാം. ആരോഗ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ജനം സ്വതന്ത്രമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാ ലിവർ പ്രോബ്ലം വിട്ടുപോകട്ടെ, എല്ലാ സന്ധികൾ നേരെയാകട്ടെ. ഇന്റേണൽ ഓർഗനിലേക്ക് ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയരട്ടെ. കമോൺ. ഇത് രോഗശാന്തി ശുശ്രൂഷയാണ്. ഞാനിത് നോട്ടിൽ ഇല്ലാത്തതാ പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് സിൽവർ ഓർ ഗോൾഡ്, ബട്ട് ഐ ഗിവ് യു വാട്ട് ഐ ആം ഹാവിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. റിസീവ് യുവർ ഹീലിംഗ് ടുഡേ. ഓ എനിക്ക് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. നസറേനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. ഹല്ലേലൂയ. അഹ്റോനെ കൂട്ടർ പറയും മാസങ്ങൾ എനിക്ക് തിരികെ കിട്ടി. ഓ സ്തോത്രം. അതെ, കാലേബ് പറയും 1-2 വർഷമല്ല 40 വർഷം എനിക്ക് തിരികെ കിട്ടിയത്. എനിക്ക് ടൈം കളയാനില്ല. എന്റെ പൈസ പോയാലും സാരമില്ല, എനിക്ക് വിലയേറിയത് എന്റെ ടൈമാണ്. 4 പേരെ നോക്കി പറ, സമയം കളയല്ല, സമയം കളയല്ല, സമയം കളയല്ല, സമയം കളയല്ല. എല്ലാ ഉഴപ്പം പിശാചും അറബിക്കടലിൽ മുങ്ങിപ്പോകട്ടെ. കുറച്ച് വലിയ ഉഴപ്പാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോകട്ടെ. എനിക്ക് ഓടപ്പാൻ സമയമില്ല, എനിക്ക് ഓടാനാണ് നിയോഗം. ഓ ഹല്ലേലൂയ. ഞാൻ കുതിരകളോട് മത്സരിച്ചു ഓടുന്ന സീസണാണിത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാനൊരു യുദ്ധ കുതിരയെന്ന് നരകം കേട്ട് വിറയ്ക്കും, കണ്ടു വിറയ്ക്കും ഈ യേശുവിന്റെ നാമത്തിൽ. മാസങ്ങൾ ഇന്ന് പകൽ പലരും തിരിച്ചു പിടിക്കുകയാണ്, വർഷങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്, മാസങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്, വർഷങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. 2 കരങ്ങളെ എടുത്ത പ്രൊഫറ്റിക് ആക്ഷൻ ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഐ റിസീവ് ഇറ്റ്, ഐ റിസീവ് ഇറ്റ്. മാസങ്ങൾ തിരികെ പിടിക്കുകയാണ്, വർഷങ്ങൾ തിരികെ പിടിക്കുകയാണ്. എന്റെ കൂടെ നടന്നവർക്ക് കഴിഞ്ഞില്ല. കം ഓൺ, ഡു ഇറ്റ്, ഡു ഇറ്റ്. ഓ എന്റെ കൂടെ നടന്നവർക്ക് കഴിഞ്ഞില്ല, എന്റെ കൂടെ സ്നാനപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല, എന്റെ കൂടെ ദൈവവേലയ്ക്ക് ഇറങ്ങിയവർക്ക് കഴിഞ്ഞില്ല, എന്റെ പപ്പയ്ക്ക് കഴിഞ്ഞില്ല, എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ, ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ, ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ, ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ എന്റെ അപ്പച്ചൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കൊറോണയ്ക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, കോവിഡിന് നിന്നെ തടുപ്പാൻ കഴിഞ്ഞില്ല, ലോക്ക്ഡൌണിൽ നിന്നെ നിശ്ചലമാക്കുവാൻ കഴിഞ്ഞില്ല. Yes, the time shall redeem. സമയം തിരികെ കിട്ടുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കട്ടെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കട്ടെ. പോരാ, യഹോവയെ കാത്തിരിക്കുന്നവർ ആരെങ്കിലുണ്ടോ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കട്ടെ, ശക്തിയെ പുതുക്കട്ടെ. ഓ ശക്തിയെ പുതുക്കട്ടെ. ഇൻ ജീസസ് നെയിം, 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 ഇൻ ജീസസ് നെയിം. ഇത് നാച്ചുറൽ തലത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് വിമർശിക്കുമായിരിക്കും. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവന് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. പക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോൾ ബുദ്ധി ഓഫ് ചെയ്യണം, ഹൃദയം ഓൺ ചെയ്യണം, ബുദ്ധി ഓഫ് ചെയ്യണം, ആത്മാവ് ഓൺ ചെയ്യണം. കാരണം വിശ്വാസ ജീവിതം മുഴുവനും നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ ആണ്. സ്തോത്രം. വിശ്വാസ ജീവിതം ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന തലച്ചോറ് ചെയ്യുന്നവനല്ല, ഹൃദയത്തിന് ആത്മാവിൽ ആക്റ്റീവായിരിക്കുന്നവനാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അപ്പച്ചൻ ചലിച്ചാൽ ഒരിക്കലും നാച്ചുറൽ അല്ല, നാച്ചുറൽ വെളിപ്പെടും. പക്ഷെ ആദ്യമായി അത് സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ് റിലമത്തിൽ വെളിപ്പെട്ടിട്ടാണ് നാച്ചുറലി നിന്റെ കുഞ്ഞില്, നിന്റെ വീട്ടില്, നിന്റെ മിഷനില് ദൈവകൃപയാൽ വെളിപ്പെടുന്നത്. യെസ് 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 യെസ്. ആത്മമണ്ഡലത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. ഓ റഖോബുഷ യേശുവിന്റെ നാമത്തിൽ നാച്ചുറൽ പലതും വെളിപ്പെട്ട് കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. സ്തോത്രം. അതേ വേദപുസ്തകം പറയുന്നു, അക്കാലത്ത്, അക്കാലത്ത് ചിലത് വല്ലാത്ത കാലം. നമ്മൾ വിചാരിക്കും ചിലതെല്ലാം നല്ല കാലമെന്നാ, നല്ല കാലമെന്നാ. സ്തോത്രം. വായിച്ചതായ അതേ ടെക്സ്റ്റിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ സ്തോത്രം വേദപുസ്തകത്തിൽ ഹിസ്കിയ രാജാവിന് അക്കാലത്ത്, അക്കാലത്ത് എല്ലാവരും പറഞ്ഞാട്ടെ, അക്കാലത്ത്. ഒരിക്കൽ കൂടെ
അക്കാലത്ത് സ്തോത്രം, അക്കാലത്ത് ഒരു മരിക്കത്തക്ക രോഗം വന്നു. അത് ആക്ച്വലി കോൺട്രഡിക്ഷൻ ആണ് കേട്ടോ. സ്തോത്രം, മാങ്ങയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്ന സീസൺ ആണല്ലോ. ആദ്യം ഉണ്ടാകുന്നത് പൊഴിഞ്ഞു പോകും, ആദ്യം ഉണ്ടാകുന്നത് കണ്ണിമാങ്ങ പോലെ പൊഴിഞ്ഞു പോകും. പക്ഷെ പിന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നത്, അല്ലേ? പലതും അങ്ങനെയല്ലോ. സ്തോത്രം. സോ ഇതുപോലെ അക്കാലത്ത് റീസൺ 37 അധ്യായം യെശയ്യാവ് വായിച്ചിട്ട് 38 വായിക്കുമ്പോൾ അക്കാലത്ത്, അപ്പോഴാണ് അക്കാലത്ത് നടന്നതായ ഒരു കാര്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ദൂതൻ ഇറങ്ങി 1,80,500 ശത്രു സൈന്യത്തെ വെട്ടി നിരത്തിക്കളഞ്ഞു. അക്കാലത്ത് അത് നടന്നു. ഒരു ട്രെമൻഡസ് വിക്ടറിയാണ് നടന്നത്. സ്തോത്രം. മനസ്സിലാക്കണം, പലതിനെ കർത്താവ് വെട്ടി മാറ്റിയത് കൊണ്ടാണ് നീ വെട്ടുകൊള്ളാതെ ഈ ഷേപ്പിൽ ഇവിടെ ഇരിക്കുന്നത്. യെസ്, ഹല്ലേലൂയ. സ്തോത്രം. അതേ ദൂതൻ ഇറങ്ങി വെട്ടിമാറ്റി. ഹിസ്കിയാവ് തന്റെ ജീവിതകാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം കണ്ടു. അപ്പോൾ അടുത്ത അത്ഭുതമായിരിക്കാം മേ ബി പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ലൈഫ് സെറ്റിലായി കേട്ടോ, എൻ്റെ സിംഹാസനം ഉറച്ചു കേട്ടോ, എനിക്ക് സന്തോഷം സമാധാനം ഒക്കെ ആയി കേട്ടോ, ഞാൻ തൃപ്തിപ്പെട്ടു കേട്ടോ. ദൂതൻ ഇറങ്ങി. ഞാൻ എൻ്റെ വാള് കൊണ്ടല്ല, എൻ്റെ കുന്തം കൊണ്ടല്ല, ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല. 21 ദിവസം ഉപവാസമായിരുന്നു. പക്ഷെ 4 നേരം ഞാൻ കഴിക്കാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. അതെ, എന്നിട്ട് ഞാൻ പട്ടുപോയില്ല, എല്ലാം നന്നായിരിക്കുന്നു. സ്തോത്രം എന്ന് ആരാണ്ട് പറയുന്ന പോലെ ഇതാ ലൈഫ് സെറ്റില എന്ന് തോന്നുമ്പോഴാണ് ഏറ്റവും വലിയ സുനാമി വരുന്നത്, സംടൈംസ് ഏറ്റവും വലിയ ഉലച്ചിൽ വരുന്നത്. അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. കിട്ടിപ്പോയി, എല്ലാവരും ഇല്ല, 3-4 പേര്, അവർക്ക് വേണ്ടി മാത്രം ഞാൻ പ്രസംഗിക്കാം. സ്തോത്രം. അതെ, ലൈഫ് സെറ്റില എന്ന് ചിന്തിച്ചപ്പോ ഇതാ കയ്യിൽ കിട്ടിപ്പോയി എന്ന് ചിന്തിച്ചപ്പോ, കയ്യിൽ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ആരും കപ്പും വെച്ചില്ല, ഗ്ലാസും വെച്ചില്ല, വെള്ളവും തന്നില്ല. സ്തോത്രം. കയ്യിൽ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് കപ്പിങ്ങനെ ഉയർത്തിയപ്പോൾ, സ്തോത്രം, അതെ, കപ്പ് കിട്ടി, കയ്യിൽ കിട്ടിപ്പോയി എന്ന് ചിന്തിച്ചപ്പോൾ ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ് പെട്ടെന്ന് എടുത്ത് കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഈച്ച വീണതുപോലെ ഇതാ കിട്ടിപ്പോയി എന്ന് ചിന്തിച്ചപ്പോ എങ്ങാണ്ടെന്നറിയത്തില്ല ഒരു കള്ള ഈച്ച വന്ന് ആ കപ്പിൽ വീണതുപോലെ യെശയ്യാവ് വന്നിട്ട് പറയുകയാണ്, ഹേ ഹിസ്കിയാവേ, നടന്ന അത്ഭുതത്തിൽ മനം മയങ്ങി ഫാന്റസി ലോകത്തിരിക്കാതെ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക്, നിന്റെ വീട്ടുകാര്യം ക്രമത്തിലാക്ക്, നീ തട്ടിപ്പോകാൻ പോവാ. ഒന്നാമത്തെ ഞായറാഴ്ചയായി ബ്രദറെ, വേറെ ഒരു ദൂതുമില്ലയോ? സ്തോത്രം. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക്. സ്തോത്രം. അതെ, നീ മരിച്ചു പോകും. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്ക്, നീ മരിച്ചു പോകും. എങ്ങനെ ഇരിക്കും അക്കാലത്ത്? അത്ഭുതത്തിന്റെ കാലമെന്ന് ചിന്തിക്കുമ്പോൾ, ബ്രേക്ക് ത്രൂ എന്ന് ചിന്തിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലെല്ലാം കിട്ടിയെന്ന് ചിന്തിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലെ എക്സാം നന്നായി അറ്റൻഡ് ചെയ്തു, ഇനി റിസൾട്ട് വന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ, വിസ അടിക്കണം, ഗൾഫിൽ പോകണമെന്ന് ചിന്തിക്കുമ്പോൾ, അക്കാലത്ത് സ്തോത്രം ലൈഫ് നന്നായി, പിള്ളേരൊക്കെ എത്രയായി, എല്ലാം സെറ്റിലായി എന്ന് ചിന്തിക്കും, കല്യാണം കഴിഞ്ഞു, സെറ്റിലായി. സ്തോത്രം. ആ കാലത്ത് എല്ലാം സെറ്റിലായി ചിന്തിക്കുമ്പോ ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്തത്, ഒരിക്കലും നീ കരുതാത്തത്, ഒരിക്കലും നിന്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ നീ ചിന്തിക്കാത്ത ഏറ്റവും വലിയ സ്തോത്രം പ്രോബ്ലം ഇതാ ഒരു പ്രൊഫറ്റിക് വേർഡായി യെശയ്യാവിലൂടെ ഒരു പ്രവചന സന്ദേശമായി കടന്നു വരികയാണ്. ഞാനതിന്റെ 2 ആംഗിളിൽ വ്യാഖ്യാനിക്കട്ടെ. നമ്പർ 1, ഓഫ് കോഴ്സ്, സ്തോത്രം, ദൈവത്തിന്റെ വാർണിംഗ്, ദൈവത്തിന്റെ മുന്നറിയിപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കറക്ഷനിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്നും നമ്മെ കറക്റ്റ് ചെയ്യും. പലർക്കും ഈ തലമുറയിലുള്ള കുഴപ്പം ഇതാണ്, അവർ കറക്റ്റ് ചെയ്യാൻ നിൽക്കാറില്ല. ഇവിടുത്തെ പാസ്റ്റർ കറക്റ്റ് ചെയ്താൽ അവിടെ നിന്ന് പോൾ വോൾട്ട് ചാടി അടുത്ത സഭയിലേക്ക് പോകും. അവിടുത്തെ പാസ്റ്റർ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ നിന്ന് ലോങ് ജമ്പ് ചാടി മറ്റേ സഭയിൽ പോകും. വേറെ പാസ്റ്റർ കറക്റ്റ് ചെയ്താൽ അവിടെ നിന്ന് ഹൈ ജമ്പ് ചാടി വേറെ മിനിസ്ട്രിയിലേക്ക് ചേരും. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം നിന്നെ കയറഴിച്ചു വിടുന്ന കന്നുകാലിയായിട്ട്, അഥവാ സ്തോത്രം, അതേ മൃഗമായിട്ടല്ല വളർത്തുന്നത്. പകരം ഹി ഈസ് ദ ഗോഡ് ഓഫ് കറക്ഷൻ. നമ്മെ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പുരോഗമനം പ്രാപിക്കുന്നത്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. കർത്താവും നമ്മെ കറക്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്ന നാട്ടുകാരെല്ലാവരും കൂടെ നിങ്ങളെ ഒരുമിച്ച് അങ്ങ് കറക്റ്റ് ചെയ്യണമെന്നല്ല. കൃപയില്ലാത്ത എല്ലാവരും നിങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നെ അങ്ങ് കറക്റ്റ് ചെയ്യുക, അടിയനിതാ ദേവാ, അടിയനിതാ എന്ന് നിങ്ങൾക്ക് ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ഒരു ഷോപ്പട്ടിക്ക് ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. യേശുവിന്റെ രക്തം ചെയ്യാൻ ഉണ്ടാകല്ലേ ഇൻ ജീസസ് നെയിം. പകരം ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നിങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടവർ
മാത്രം കറക്റ്റ് ചെയ്യട്ടെ. നിന്നെ വളർത്തുന്നവർ കറക്റ്റ് ചെയ്യട്ടെ. നിന്നെ വളർത്തുന്നവർ കറക്റ്റ് ചെയ്യട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, അത് നല്ല കാര്യം. പെട്ടെന്ന് പറഞ്ഞേ, അത് നല്ല കാര്യം. കയ്യപ്പാവല്ല നിന്നെ കറക്റ്റ് ചെയ്യേണ്ടത്. പിലാത്തോസ് അല്ല മക്കളെ കറക്റ്റ് ചെയ്യേണ്ടത്. ഹെരോദാവല്ല കറക്റ്റ് ചെയ്യേണ്ടത്. ചതഞ്ഞോടെ ഒഴിക്കാത്ത പുകയുന്ന തിരികെ കെടുത്താത്ത ഹലടിയ ദോഷങ്ങളായി തിന്മ ചെയ്യാത്ത സ്വർഗത്തിലെ അപ്പച്ചനാണ് നിന്നെ കറക്റ്റ് ചെയ്യേണ്ടത്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, കറക്റ്റ് ചെയ്യും കർത്താവേ. കറക്റ്റ് ചെയ്ത് നടത്തും, കുഴപ്പമില്ലാതെ നടത്തും. സോ കറക്ഷൻ ഉണ്ട്, വാർണിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെ ആസ് എ ഹ്യൂമൻ ബീയിങ് രാജാവായിരിക്കാം. അവന്റെ തലയിൽ കിരീടമുണ്ട്. അവൻ ഇരിക്കുന്ന സിംഹാസനത്തിനാണ്. കയ്യിൽ പിടിക്കാൻ സ്തോത്രം, അതേ അംശവടിയല്ലോ, ചെങ്കോലുണ്ട്, കിരീടമുണ്ട്, അതേ സിംഹാസനമുണ്ട്. ഒന്നിനും ഒരു കുറവില്ല. പുറമെ നിൽക്കുമ്പോ പുള്ളിക്ക് എന്നതിന്റെ കുറവാ. സിംഹാസനം ഇരിക്കുന്നു, കിരീടം കാണുന്നു, ചെങ്കോൽ പിടിച്ചിരിക്കുന്നു, ഒരു കുറവുമില്ല. പക്ഷേ പലപ്പോഴും അവൻ കേൾക്കുന്ന നെഗറ്റീവ് ശബ്ദമാണ്. പലപ്പോഴും നീ കേൾക്കുന്നത് നെഗറ്റീവ് ശബ്ദമാണ്. നാട്ടുകാർ ചോദിക്കും, സ്തോത്രം, നിനക്ക് എന്നതിൻ്റെ കുറവ്, നല്ല സുന്ദരക്കുട്ടൻ, ഒരു കുഴപ്പമില്ല. പലപ്പോഴും നീ കേൾക്കുന്ന നെഗറ്റീവ് ശബ്ദമാണ്. അങ്കിൾ എപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു ഒളിച്ചു നിന്നു എന്നൊന്നും ഞാൻ സ്തോത്രം എന്നോട് ചോദിക്കല്ലേ. പക്ഷേ ആത്മാവിൽ ഞാൻ വിവേചിച്ച് പറയട്ടെ, നിന്നെ താങ്ങേണ്ടവർ പോലും നിന്നെ നോക്കി പറയുന്നത് തളർത്തുന്ന ശബ്ദമാണ്. നിന്നെ ബലപ്പെടുത്തേണ്ടവർ പോലും നിന്നെ നോക്കി പറയുന്നത് ബലഹീനതയുടെ ശബ്ദമാണ്. നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ശബ്ദം. നീ തട്ടിപ്പോ ഇങ്ങനെയാണെങ്കിൽ നീ ജയിക്കത്തില്ല കേട്ടോ, ഇങ്ങനെയാണെങ്കിൽ നീ ജയിക്കത്തില്ല, ഇങ്ങനെയാണെങ്കിൽ ചേച്ചി അങ്ങനെയായി, ചേച്ചി നന്ന, പക്ഷെ നിനക്ക് ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ. നീ ഇങ്ങനെ പോയാ നിന്റെ പരിപാടി ഈ പഞ്ചായത്ത് കൊണ്ട് തീരും കേട്ടോ. നീ ഇങ്ങനെയാണെങ്കിൽ നിന്റെ ചർച്ച് പൂട്ടും കേട്ടോ. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ വളരെ താഴ്മയോടെ പറയട്ടെ, നിന്നെ ഹെൽപ്പ് ചെയ്യാത്തവർ, ഇതാണ് ബാലൻസ്. അപ്പൊ കറക്റ്റ് ചെയ്യല്ലെന്നല്ല ഞാൻ പറയുന്നത്, നിന്നിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവർ, നിന്നിൽ മുതൽ മുടക്കാത്തവർ, നിന്നെ കറക്റ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കരുത്. നിന്നെ മുതൽ മുടക്കി അപ്പൻ കറക്റ്റ് ചെയ്യട്ടെ, അമ്മ കറക്റ്റ് ചെയ്യട്ടെ, പാസ്റ്റേഴ്സ്, നല്ല പാസ്റ്റേഴ്സ്, ദൈവത്തിന്റെ ഹൃദയമുള്ള, കമാൻ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല, ദൈവത്തിന്റെ ഹൃദയമുള്ള പാസ്റ്റേഴ്സ് നിന്നെ കറക്റ്റ് ചെയ്യട്ടെ. അവന്റെ അടി നിന്റെ തലയ്ക്ക് എണ്ണയാണ്. അവന്റെ അടി നിന്റെ തലയ്ക്ക്, അങ്കളെ ഞാൻ എണ്ണ ഉപയോഗിക്കത്തില്ല അങ്ങളെ, ഞാൻ ഷാമ്പു ആണ് കുപ്പിക്കണക്ക്. സ്തോത്രം. നോ, അവന്റെ അടി നിന്റെ തലയ്ക്ക്, സ്തോത്രം, അതേ നന്മയാണ്. സോ ഹിസ്കിയാവ് കേട്ടത് നെഗറ്റീവ് ശബ്ദമാണ്. സഹോദരങ്ങളെ, 2021 സ്തോത്രം, നെഗറ്റീവ് ശബ്ദത്തിന്റെ നെഗറ്റീവ് വലയ്ക്കുള്ളിൽ നീ ജീവിക്കല്ല, നീ തട്ടിപ്പോകുമെന്ന് അവൻ പറഞ്ഞത്. സ്തോത്രം. ഹിസ്കിയാവേ, നീ മരിച്ചു പോകും. നെഗറ്റീവ് ശബ്ദം കേട്ടവരെ, നെഗറ്റീവ് റിപ്പോർട്ട് കേട്ടവരെ, നിനക്ക് നല്ലൊരു ഭാവിയില്ല, നിന്റെ കോഴ്സ് നീ ഫിനിഷ് ചെയ്യത്തില്ല, നീ നന്നാകത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നീയാണ് മിനിസ്ട്രി ചെയ്യുന്നത്, നിനക്കെന്തോ ഉണ്ട്, നിന്റെ മിനിസ്ട്രി ആണെങ്കിൽ 3.5 ദിവസം കൊണ്ട് പൂട്ടും എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ശബ്ദം. എനിക്കത് പറവാൻ താല്പര്യമില്ല. കാരണം ഞാൻ പിശാചിന്റെ നാവല്ല, ഞാൻ ദൈവത്തിന്റെ നാവായി നിൽപ്പാൻ ആഗ്രഹിക്കുന്ന. ഒന്നുകിൽ നീ ശത്രുവിന്റെ നാവായിരിക്കും, ഇല്ലെങ്കിൽ നീ ദൈവത്തിന്റെ നാവായിരിക്കും. 3 പേരെ നോക്കി പറഞ്ഞ, ഞാൻ ദൈവത്തിന്റെ നാവ്. പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിന്റെ നാവ്, ഞാൻ ദൈവത്തിന്റെ നാവ്, ഞാൻ ദൈവത്തിന്റെ നാവ്. നീ വാ തുറക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആലോചന വരണം. ആലോചനയില്ലയോ നിന്റെ വായി അടഞ്ഞിരിക്കണം. ആലോചനയില്ലാത്ത വായികൾ സഭയിൽ അടഞ്ഞിരിക്കട്ടെ. സ്തോത്രം. ആലോചന, ദൈവത്തിന്റെ ആലോചനയുടെ ശബ്ദം മാത്രം വെളിപ്പെടട്ടെ. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ കുഞ്ഞുങ്ങളെല്ലാം പ്രവചിക്കണം യേശുവിന്റെ നാമത്തിൽ. ഈ കുഞ്ഞുങ്ങൾ, ഒരാൾ അന്യഭാഷ പറയണം, മറ്റേയാൾ വ്യാഖ്യാനിക്കണം. എത്ര പേർ ആമേൻ പറഞ്ഞു? ഒരാൾ അന്യഭാഷ പറയണം, മറ്റേയാൾ വ്യാഖ്യാനിക്കണം. നിന്റെ വീട്ടിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പാട്ട് പാടുന്ന കുട്ടി തുടങ്ങി അന്യഭാഷ പറഞ്ഞ് ആത്മസാന്നിധ്യത്തിൽ ദൈവകൃപയിൽ മുന്നേറണം യേശുവിന്റെ നാമത്തിൽ. നിന്റെ നാവ് ശത്രുവിന്റെ നാവായിരിക്കരുത്, നിന്റെ നാവ് ദൈവത്തിന്റെ നാവായിരിക്കട്ടെ. കാരണം ഒരു ഉറവയിൽ നിന്ന് കയ്പിനും മധുരത്തിനും ഒരുമിച്ച് പുറപ്പെടുവാൻ കഴിയത്തില്ല. കേട്ടവർ ആമേൻ പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് നിന്റെ നാവ് ദൈവത്തിന്റെ നാവായിരിക്കട്ടെ. ഇല്ലാതെ നെഗറ്റീവ് ശബ്ദങ്ങൾ ആരെങ്കിലും നിന്നെ നോക്കി പറഞ്ഞാൽ, അയ്യോ കർത്താവേ അങ്ങനെ ചെയ്യല് കേട്ടോ, സ്തോത്രം, കർത്താവേ നീ ക്രൂശിക്കപ്പെടുമെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ, കർത്താവേ നീ അങ്ങനെ ചെയ്യല് കേട്ടോ, നീ അങ്ങനെ ചെയ്യല് കർത്താവേ, അത് ദൈവഹിതമല്ല. സ്തോത്രം. അതേ നേരത്തെ പ്രോത്സാഹനത്തിന്റെ വളരെ കൃത്യമായ വെളിപ്പാട് പറഞ്ഞതായ അതേ പത്രോസ് പറഞ്ഞാൽ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞവന്, കർത്താവ് ഇത് മിഡിൽ ലൈഫ് ക്രൈസിസ് ആണ്, ജീസസ് നീ ഒരിക്കലും ക്രൂശിക്കപ്പെടല്, ജീസസ് അങ്ങനെ ആകല് എന്ന് പറഞ്ഞപ്പോ കർത്താവ് സ്തോത്രം, മതി അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കി പറഞ്ഞു,
behind me, Satan. യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ ദൈവത്തിന്റെ പദ്ധതിയിൽ നീ മുന്നോട്ട് പോകുന്നതിന് എതിരെ എത്ര പേർ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച്. ദൈവത്തിന്റെ പദ്ധതിയിൽ നീ മുന്നേറുന്നതിന് എതിരെ, ദൈവത്തിന്റെ ട്രാക്കിൽ നീ മുന്നേറുന്നതിനെതിരെ, ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുന്നതിന് എതിരെ ഉയരുന്ന ശബ്ദങ്ങള്, അതിന് നെഗറ്റീവായി ഉയർന്ന ശബ്ദങ്ങള് എന്താണെങ്കിലും നാളെയല്ല, അടുത്ത മാസമല്ല, ഈ ഒന്നാം ഞായറാഴ്ച തന്നെ വാ തുറന്ന് പറയണം, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. സാത്താനേ എന്നെ വിട്ടു പോ. വായി തുറന്ന് പറ, സാത്താനേ എന്നെ വിട്ടു പോ. എല്ലാ നെഗറ്റീവ് ശബ്ദങ്ങൾ നിനക്ക് പറ്റത്തില്ല, നിനക്ക് കഴിയത്തില്ല, നീ നിലനിൽക്കത്തില്ല, നീ ഉറക്കത്തില്ല, നീ നന്നാകത്തില്ല. പിശാചേ, യേശുവിന്റെ നാമത്തിൽ ഞാനേ ഉറക്കത്തുള്ളൂ, ഞാനേ വളരത്തുള്ളൂ, ഞാനേ വിശാലത പ്രാപിക്കത്തുള്ളൂ, ഞാനേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ, ഞാനേ പ്രയോജനപ്പെടത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ എന്റെ തമ്പുരാന്റെ കരം കൂടെയുണ്ട്. എനിക്കിനി പലതും ചെയ്ത് തികയ്ക്കാനുണ്ട്. എന്റെ ജീവിതത്തിൽ പലതും ചെയ്ത് തികയ്ക്കാനുണ്ട്. മധ്യായുസ്സിൽ വെച്ച് എനിക്ക് മരണമില്ല. ആരോടാ ഞാൻ പറഞ്ഞ? പറ 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 പറ. മധ്യായുസ്സിൽ വെച്ച് എനിക്ക് മരണമില്ല. എല്ലാ ശംഖുമംഗകാരും, എല്ലാ പൂജപ്പുരക്കാരും, എല്ലാ മണ്ണന്തലക്കാരും, എല്ലാ തിരുവനന്തപുരക്കാരും കരങ്ങളെ അടിച്ച് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ പദ്ധതികളെ മധ്യായുസ്സിൽ വെച്ച് കൊന്നുകളയുന്ന ദൈവിക പദ്ധതിയെ മധ്യായുസ്സിൽ വെച്ച് കൊന്നുകളയുന്ന ആ ദുരാത്മാവിന്റെ ശിഖരങ്ങളെയല്ല ദൈവമായ കർത്താവ് അതിന്റെ അവസാനത്തെ വേര് വരെ നിന്നിൽ നിന്ന് പിഴുതു കളയുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ നോക്കി ഞാൻ പറയട്ടെ, നിന്റെ ഭവനത്തിൽ 20കളിൽ ചിലതിന്റെ ജീവൻ പോയെങ്കിൽ, ചിലതിന്റെ സ്തോത്രം നിന്റെ ഭവനത്തിൽ 30കളിൽ ചിലതിന്റെ ജീവൻ പോയെങ്കിൽ, 50കളിൽ ജീവൻ പോയെങ്കിൽ, ആത്മഹത്യകൾ നടന്നു എങ്കിൽ ആ പിശാച് നോ 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 യേശുവിന്റെ നാമത്തിൽ നിന്നെ തൊടുകയില്ല. ആത്മഹത്യയുടെ പിശാച്, ആ പ്രിമച്വർ ഡെത്തിന്റെ പോര് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്? മധ്യായുസ്സിൽ വെച്ച് ജീവനെ അപഹരിക്കുന്നതായ സ്തോത്രമാ ശക്തിയുടെ കെട്ട യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഗ്രഹകാര്യക്രമത്തിലാക്ക്. നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ മകളെ, സ്തോത്രം, നിനക്ക് അന്തരീക്ഷത്തെ മാറ്റാൻ പറ്റും. നെഗറ്റീവിനെ നിനക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. തിന്മയെ നിനക്ക് നന്മയാക്കാൻ പറ്റും. പ്രതികൂലമായി നിനക്കെതിരെ പറഞ്ഞതിനെ അവരെ കൊണ്ട് തന്നെ നിനക്ക് അനുകൂലമായി പറയിപ്പാൻ തക്കൊണ്ട് കഴിയും. നിന്നെ കുതികാൽ വെട്ടിയവരെ കൊണ്ട് നിനക്ക് സല്യൂട്ട് അടിപ്പിക്കാൻ കഴിയുമെന്ന് യെസ് 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 എന്റെ പുസ്തകം അങ്ങനെ പറയുന്നു. എന്റെ പുസ്തകം പറയുന്നു, നിനക്കെതിരെ കഴുകമര ഉണ്ടാക്കിയവനെ കൊണ്ട് നിന്നെ സല്യൂട്ട് അടിപ്പിക്കുന്നവനാണ് എന്റെ കർത്താവ്. എന്റെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ കുരുക്കിട്ടവർ, നിനക്കെതിരെ പ്രശ്നമുണ്ടാക്കിയവർ, നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തിയവർ, അവരെ കൊണ്ട് അവരെ നിനക്കൊരു അനുഗ്രഹമാക്കുവാൻ, അതാ ഞാൻ പഠിപ്പിക്കുന്നത്. നിനക്ക് ഇന്നലെ വരെയും തിന്മ ചെയ്തവർ, ഡിസംബർ 31 വരെയും നിനക്കെതിരെ വാട കോരിയവർ, ഡിസംബർ 31 വരെയും നിനക്കെതിരെ പ്രശ്നമാക്കിയവരെ 2021 തുടങ്ങി നിനക്കൊരു അനുഗ്രഹമാക്കി നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. തിരിയട്ടെ ഹിസ്കിയാമാർ തിരിയട്ടെ. നെഗറ്റീവ് ശബ്ദം പറഞ്ഞ് യെശയ്യാവിനെ ഇനി നോക്കാതെ ഹിസ്കിയാവ് തിരികെയാണ്. അത്ഭുത വ്യാധിക്കാരനായി ഹിസ്കിയാവ് തിരികെയാണ്. Yes, the Bible says he was affected with the cancer sickness. അവൻ ഇതാ സ്തോത്രം ക്യാൻസർ രോഗത്താൽ, അർബുദ രോഗത്താൽ അവൻ ബാധിക്കപ്പെട്ടു. ഞാൻ രോഗിയാണ്, ശരിയാണ്. എനിക്ക് അർബുദമുണ്ട്, ശരിയാണ്. ഇതാ തിന്മയുടെ പ്രവചനമുണ്ട്, ശരിയാണ്. ആരവിടെ? എന്റെ ശവപ്പെട്ടി തയ്യാറാക്കട്ടെ എന്നല്ല അവൻ പറഞ്ഞത്. അടുത്തിരിക്കുന്ന 3 പേരെ നോക്കി പറ, വിട്ടുകൊടുക്കല്ലേ. ഫൈറ്റ് ബാക്ക് ഇൻ ജീസസ് നെയിം. നീ ചത്തുപോകുമെന്ന് പറഞ്ഞെങ്കിൽ വിട്ടുകൊടുക്കല്ലേ. നിന്റെ സഭ പൂട്ടുമെന്ന് പറഞ്ഞെങ്കിൽ വിട്ടുകൊടുക്കല്ലേ. നിന്റെ പരിപാടി തീർന്നട എന്ന് പറഞ്ഞ വിട്ടുകൊടുക്കല്ലേ. കം ഓൺ, തിരിയേണ്ടവന്റെ അടുക്കലേക്ക് തിരിയട്ടെ. തിരിയേണ്ടവന്റെ അടുക്കലേക്ക് തിരിയട്ടെ. ആ ഏമാന്റെ അടുക്കലേക്കും AKG സെന്ററിലേക്കും ഇന്ദിര
ഭവനിലേക്കുമല്ല. ഹല്ലേലൂയ. മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവന്റെ അടുക്കലേക്ക് തിരിയട്ടെ. നിന്റെ സഹായം, നിന്റെ സഹായം, നിന്റെ സഹായം, നിന്റെ സഹായം ഇന്ന് തന്ന നാറെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യനിൽ നിന്നല്ല നിന്റെ സഹായം വരുന്നത്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, ദൈവത്തിൽ നിന്ന് നിന്റെ സഹായം വരുന്നു. തിരിയേണ്ടവന്റെ അടുക്കലേക്ക് തിരിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ പെയിൻ ഉണ്ട് കുഞ്ഞെ, ആ ക്യാൻസർ ഉണ്ട്, രോഗമുണ്ട്, ആ വിഷയത്തിന് വിടുതൽ വന്നിട്ടില്ല. വന്നിട്ട് തിരിയാമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. വന്നിട്ട് വിടുതൽ വന്നിട്ട് കൈയടിക്കാം, വിടുതൽ വന്നിട്ട് സ്തോത്രം പറയാം, വിടുതൽ വന്നിട്ട് സ്നാനപ്പെടാം. പക്ഷെ ഇന്ന് പകൽ ദൂത് വരുന്നത് അത് ഉള്ളപ്പോ തന്നെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്ത യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. അത് ഉള്ളപ്പോ തന്നെ ഞാൻ അവന്റെ അടുക്കലേക്ക് തിരികുകയാണ്. അതുള്ളപ്പോ തന്നെ, ആ വിഷയം ഉള്ളപ്പോ തന്നെ, എനിക്ക് നിരാശ ഉള്ളപ്പോ, എനിക്ക് കണ്ണുനീരുള്ളപ്പോ, എനിക്ക് ഒറ്റപ്പെടൽ ഉള്ളപ്പോ, ഒരമ്മാമ്മയുടെ അടുക്കലേക്ക്, ഒരച്ചാച്ചന്റെ അടുക്കലേക്കല്ല, തിരിയേണ്ടവന്റെ അടുക്കലേക്ക് ഞാനിതാ തിരികെയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ തിരിയേണ്ടവന്റെ അടുക്കലേക്ക് ഞാനത് തിരികെയാണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ തിരിയാൻ തീരുമാനിച്ചു, ഞാൻ തിരിയാൻ തീരുമാനിച്ചു, ഞാൻ തിരിയാൻ തീരുമാനിച്ചു. കഴിഞ്ഞ കാലങ്ങൾ വരെ ഓ സ്തോത്രക്ക് എന്നെ കേൾക്കണേ, എന്നെ 10 മിനിറ്റ് ഒന്ന് കേക്ക്, 5 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്ക്. ഇപ്പൊ ബിസി ആണെങ്കിൽ പിന്നെ വിളിക്കാം. ഓ ഞാൻ മനുഷ്യന്റെ അടുക്കലേക്കാ തിരിഞ്ഞത്. മനുഷ്യൻ ഇന്ന് കേട്ട് നാളെ നിന്നെ ചവിട്ടി തേക്കുമെങ്കിൽ, നിന്റെ കണ്ണുനീർ നിലത്ത് വീഴാൻ സമ്മതിക്കാതെ, നിന്റെ നെടുവീർപ്പ് ഉയരുമ്പോൾ ഓടി വരുന്ന അർദ്ധരാത്രിയിൽ സ്നേഹിതനുണ്ട്. ഓ ഹല്ലേലൂയ. നീ പാർക്കുന്നത് കൊട്ടാരത്തിലായിരിക്കാം, പുറമേ നിനക്ക് എന്തൊക്കെയുണ്ട്, എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കാണുന്നവൻ, നിന്റെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകി വെക്കുന്നതായ കണ്ണുനീർ കാണുന്നവൻ, അമ്മ മറന്നാലും മറക്കാത്തവൻ, അമ്മ മറന്നാൽ മറക്കാത്തവൻ, കുത്തിവേദനിപ്പിക്കാത്തവൻ, അപവാദം പറയാത്തവൻ, തള്ളിക്കളയാത്തവൻ, താളടിയാക്കാത്തവൻ, ഇന്ന് പകൽ നിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, മക്കളെ 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 മക്കളെ, ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്റെ അടുക്കൽ നീ തിരിയുന്നത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം നാട്ടുകാർക്ക് എല്ലാവർക്കും നടക്കും. പക്ഷെ നിന്റെ ആപ്ലിക്കേഷനിൽ എനിക്കൊരു സൂപ്പർ നാച്ചുറൽ മൂവ് ചെയ്യുവാനുണ്ട്. നിന്റെ കുഞ്ഞിൽ എനിക്ക് സൂപ്പർ നാച്ചുറൽ മൂവ് ചെയ്യാനുണ്ട്. ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ഫയലിന് എനിക്ക് സൂപ്പർ നാച്ചുറൽ ഒരു മൂവ് ചെയ്യുവാനുണ്ട്. കാര്യം ഇത് സീസൺ വേറെയാണ്, ഇത് സീസൺ മറ്റൊന്നാണ്. കമാൺ, ഈ അന്തരീക്ഷം മാറിയിരിക്കുന്ന ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. ഈ അന്തരീക്ഷം മാറിയിരിക്കുന്ന ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആ വീട്ടിലിരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ, ആ ഭവനങ്ങളിൽ ഇരിക്കുന്നവർ ആരാധിക്കട്ടെ. ഓ ഇൻ ജീസസ് നെയിം. രോഗക്കിടക്കയിൽ കിടക്കുന്നവർ ഈ വെബ് സ്ട്രീം നടക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ പാരാലിസിസിനെതിരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നു. ആ രോഗക്കിടക്കകൾ, ആ രോഗക്കിടക്കകൾ, ആ രോഗക്കിടക്കകൾ ഭവനത്തിൽ ദൈവം മാറ്റി വീരിക്കുന്നു. ഇൻ ജീസസ് നെയിം. അലമാരിയിൽ തിരികെ വച്ചിരിക്കുന്ന ഓ സെക്ഷൻ ബൈ സെക്ഷൻ, സെക്ഷൻ ബൈ സെക്ഷൻ എന്ന് കരുതി വച്ചിരിക്കുന്ന സകല മെഡിസിൻ ഡിഫ്യൂസ് ചെയ്യട്ടെ ഇൻ ജീസസ് നെയിം. ഇത് അന്തരീക്ഷം മാറുന്നു. അപ്പൻ തിരികെയാണ്, അമ്മ തിരികെയാണ്, കുഞ്ഞുങ്ങൾ തിരികെയാണ്, കുടുംബം മുഴുവൻ തിരികെയാണ്. അസ്തമിക്കാത്ത സൂര്യന്റെ അടുക്കലേക്ക് ഇതാ തിരികെയാണ്. ഓ ഇൻ ജീസസ് നെയിം. തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം എനിക്ക് വേണ്ടി നൽകുന്ന, എന്റെ മക്കൾക്ക് വേണ്ടി നൽകുന്ന, എന്റെ ഭാവിക്ക് വേണ്ടി നൽകുന്ന എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് പകൽ ഞാൻ തിരികെയാണ്. യെസ് യെസ് യെസ്. നെഗറ്റീവ് റിപ്പോർട്ടുകൾ മാറുന്നു കുഞ്ഞേ, നെഗറ്റീവ് റിപ്പോർട്ട് മാറുന്നു കുട്ടിയെ. നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഡോക്ടർ പറഞ്ഞത് മാറുന്നു ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. അത്ഭുതങ്ങള്, 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 അടയാളങ്ങള്, വിവിധ വീരപ്രവർത്തികള്, അത്ഭുതങ്ങള്, അടയാളങ്ങള്, വിവിധ വീരപ്രവർത്തികള്. ഹേയ്, അത്ഭുതങ്ങള്, അടയാളങ്ങള്, വിവിധ വീരപ്രവർത്തികള്. തിരിയുന്നു, 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 തിരിയുന്നു. ഉഷാലബാഖസി നിയാതുലനമൗഷംതുദു പ്രഭുജോദകദരമൗഷന്ത അലാഖേനിയാന്തുലിനമൗഷംതുലിനമൗഷന്ത പ്രഭുജോദകദരമൗഡിയാലബനിയന്തരബസേ ബ്രൂജാന ഹേനറെ ആന്ദലേമനോരകോ ഉറാഖേ റകുബുഷെ തുലിനിയം സജ്ജനദിയക്ഷ ഉറാംബ്രേ ബെഞ്ചേദകദരമൗഡിയാലബരബജനദിയക്ഷ
സ്വഭാവങ്ങൾ തിരിയുന്നു, ബുദ്ധിമണ്ഡലങ്ങൾ തിരിയുന്നു, മെമ്മറി പവർ തിരിയുന്നു, സ്വഭാവങ്ങൾ തിരിയുന്നു, സ്വഭാവങ്ങൾ തിരിയുന്നു, നേച്ചർ മാറുന്നു. ഇൻ ജീസസ് നെയിം അന്തരീക്ഷങ്ങൾ മാറുന്നു, ആരോഗ്യാനുഭവങ്ങൾ മാറുന്നു. ദൈവത്തിനല്ലാത്ത സകലതും യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി പോകട്ടെ. കർത്താവിന്റെ അല്ലാത്ത സകലതും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ വീടുകളിൽ നിന്ന് ഇറങ്ങി പോകട്ടെ. ഇറങ്ങിപ്പോകട്ടെ, ഇറങ്ങിപ്പോകട്ടെ, ഇറങ്ങിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ, ഇറങ്ങിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആ കെട്ടുകൾ അറിയട്ടെ, ആ കെട്ടുകൾ അറിയട്ടെ. വർഷങ്ങളെ മോഷ്ടിച്ച പിശാചേ ഇറങ്ങിപ്പോയി യേശുവിന്റെ നാമത്തിൽ. മാസങ്ങളെ മോഷ്ടിച്ച പിശാചേ ഇറങ്ങിപ്പോയി യേശുവിന്റെ നാമത്തിൽ. ടൈം സ്റ്റീലിംഗ് ഡെവിൾ, ടൈം സ്റ്റീലിംഗ് ഡെവിൾ, ഓപ്പർച്യൂണിറ്റി സ്റ്റീലിംഗ് ഡെവിൾ, സീസൺ സ്റ്റീലിംഗ് ഡെവിൾ, അവസരങ്ങളെ മോഷ്ടിച്ച പിശാചേ, മാരേജ് പ്രപ്പോസലുകളെ മോഷ്ടിച്ച പിശാചേ, അഡ്മിഷൻസിനെ മോഷ്ടിച്ച പിശാചേ, ജീവിത ലക്ഷ്യങ്ങളെ മോഷ്ടിച്ച പിശാചേ, ലക്ഷ്യങ്ങളെ മോഷ്ടിച്ച പിശാചേ, ശാപങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിടുമാറുക. വിടുതൽ, വിടുതൽ. ആവശ്യമുള്ള ഏറ്റെടുക്ക, ആവശ്യമുള്ള ഏറ്റെടുക്ക. എല്ലാം ഉഴപ്പം വിട്ടുപോകട്ടെ, സകല അലസത മാറിപ്പോകട്ടെ, സകല അലസതയുടെ മുഖവും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. യെസ്, ഫാന്റസി അല്ല പ്രൊഫസി, ഫാന്റസി അല്ല പ്രൊഫസി. ഇൻ ജീസസ് നെയിം ബ്രേക്ക് ത്രൂ, ബ്രേക്ക് ത്രൂ, ബ്രേക്ക് ത്രൂ, ബ്രേക്ക് ത്രൂ, break through in Jesus name. break through, break through, break through. നിന്റെ ഒരു ടൈം, ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാകത്തില്ല, നിന്റെ കുഞ്ഞിന് നഷ്ടമാകത്തില്ല, ആ വർഷം നഷ്ടമാകത്തില്ല, ആ വാതിൽ അടയുവാൻ ആർക്കും കഴിയത്തില്ല. Can you hear that? ആ ദൂതന്റെ ചെറുകടി ശബ്ദം കേൾക്കാൻ പറ്റുന്നോ? ആ ദൂതന്മാരുടെ ചെറുകടി ശബ്ദം കേൾക്കാൻ പറ്റുന്നോ? ആ കർത്താവിന്റെ സ്പർശനം ഇന്ന് പകൽ ആ വീട്ടിലിരിക്കുന്നവർ തിരിച്ചറിയുന്നു. കർത്താവിന്റെ സാന്ത്വന സ്പർശനം തിരിച്ചറിയുന്നു. ഭയപ്പെടുത്തുന്ന ശബ്ദത്തിന്റെ നടുവിൽ, കുത്തിവേദനിപ്പിക്കുന്ന ശബ്ദത്തിന്റെ നടുവിൽ, നെഗറ്റീവ് റിപ്പോർട്ടിന്റെ നടുവിൽ ഇതാ തിരികെയാണ്. വ്യക്തിയായി ഞങ്ങൾ തിരികെയാണ്, സഭയായി ഞങ്ങൾ തിരികെയാണ്. നിലവിളിക്ക്, സഭയായി ഞങ്ങൾ തിരികെയാണ്. ഒന്നാം ഞായറാഴ്ച ഞങ്ങൾ ചർച്ചയായിട്ട് തിരികെയാണ്. വേറെ ഒരുത്തനോട് ഞങ്ങൾക്ക് തിരിയേണ്ട കാര്യമില്ല. പറ, എല്ലാ എൽഡേഴ്സും പറ, അങ്ങയോട് ഞങ്ങൾ തിരികെയാണ്, അങ്ങയോട് ഞങ്ങൾ തിരികെയാണ്. 100% അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങൾ തിരികെയാണ്. വേറെ ഒരു അണ്ണനോടും അച്ചാച്ചനോടും ഞങ്ങൾക്ക് തിരിയേണ്ട കാര്യമില്ല. ഞങ്ങൾ വിളിച്ചവൻ നീയാണ്, ഞങ്ങൾ അഭിഷേകം ചെയ്തവൻ നീയാണ്, ഞങ്ങൾ ആക്കി വെച്ചവൻ നീയാണ്. നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് കാര്യമുള്ളത്. നിന്നിലേക്ക് ഞാൻ തിരികെയാണ്, 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 തിരികെയാണ്. ശരീരത്തിൽ വളർന്നു നിൽക്കുന്ന ആ ക്യാൻസറിന്റെ മുഴ, ജീവിതത്തിൽ വളർന്നു നിൽക്കുന്ന പ്രശ്നം, ജീവിതത്തിൽ വളർന്നു നിൽക്കുന്ന വെല്ലുവിളി, കുടുംബത്തിൽ വളർന്നു നിൽക്കുന്ന അണയ്ക്കാൻ കഴിയാത്ത തീ. ആഹാ, ഓഹോ, ഓ ഹോളി സ്പിരിറ്റ്, യെസ്,
യെസ് മാസ്റ്റർ, ഐ ഹേർഡ് യു. ഞാൻ നിന്നെ കേട്ടപ്പാ, ഞാൻ നിന്നെ കേട്ടു. വീട്ടിനകത്ത് ആരും കാണാതെ വളർന്നു നിൽക്കുന്ന തീ, യെസ്, പരിഹരിപ്പാൻ കഴിയാത്ത വിഷയം, അത് കണ്ടിട്ട് ചുറ്റുമുള്ളവർ പറയാ ഞാൻ തട്ടിപ്പോകും. ചുറ്റും നടക്കുന്ന ദുർഭൂതം പറയുന്നു ഇവർ തട്ടിപ്പോകും. പക്ഷെ ഞങ്ങളുടെ സൂര്യൻ, ഞങ്ങളുടെ സൂര്യൻ, ഞങ്ങളുടെ സൂര്യൻ, അവൻ അസ്തമയം ഇല്ല. അങ്ങയിലേക്ക് തിരിക, അങ്ങയിലേക്ക് തിരിക, അങ്ങയിലേക്ക് തിരിക, അങ്ങയിലേക്ക് തിരിക. എത്ര പേർ പറഞ്ഞു ഞാൻ അങ്ങയിലേക്ക് തിരിയുന്നു കർത്താവേ, ഞാൻ അങ്ങയിലേക്ക് തിരിയുന്നു, ഞാൻ അങ്ങയിലേക്ക് തിരിയുന്നു. തിരിഞ്ഞിട്ടവൻ ഇന്നത്തെ വേദനയിൽ നിന്ന്, ഇന്നത്തെ വേദനയിൽ നിന്ന് ഇന്നലത്തെ ഒരു കാര്യം ദൈവത്തെ ഓർപ്പിക്കുകയാണ്. ഇന്ന് നിനക്ക് വേദനയുണ്ടോ? ഇന്നലെ ഓടിയത്, ഇന്നലെ സ്റ്റാർട്ടിംഗ് ട്രബിളുള്ള ബൈക്കുമായി സെൽമീറ്റ് നടത്താൻ ഓടിയത്, ഇന്നലകളിൽ ഞെരുക്കത്തിന്റെ നടുവിൽ നീ കർത്താവിന് വേണ്ടി നിന്നത്, കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ചത്, ഓ ഞെരുക്കത്തിന്റെ അപ്പം തിന്ന് കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ച് കർത്താവിനെ നീ സേവിച്ചത് ഇന്നവൻ ഓർപ്പിക്കുകയാണ്. ഇതെന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒന്നും പൊട്ടകളല്ല കേട്ടോ, എന്റെ മുൻപിൽ നിൽക്കുന്ന ഒന്നും പാഴ്വൃക്ഷങ്ങളല്ല. ഈ ഒന്നാമത്തെ ഞായറാഴ്ച ഐ എം സോ ബ്ലെസ്ഡ്. ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടത്, ഈ രണ്ടാം സർവീസിന് ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ തമ്പുരാന് വേണ്ടി ഒരു കൈ തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ എരിയുന്ന ഒരു കൂട്ടം മെഴുകുതിരികളാണ് എന്റെ ചുറ്റും നിന്ന് കണ്ടിരിക്കുന്നത്. ജീസസ്, ജീസസ്. ഈ കുറ്റം പറയുന്ന ജനം തട്ടിപ്പോകുന്ന പറയുന്ന അവർക്കറിയത്തില്ല ഞാൻ ഇന്നലെ എങ്ങനെയാ പ്രയോജനപ്പെട്ടെ. ഇവർക്കറിയത്തില്ല ഏത് മൊമെന്റത്തിലാണ് ഞാൻ ഓടിയത്. ഇവർക്കറിയത്തില്ല എത്ര നൂറുകണക്കിന് ദിവസങ്ങളാ സമയത്തിന് ആഹാരം കഴിക്കാതെ ജീവിച്ചേ. ഇവർക്കറിയത്തില്ല എന്റെ രഹസ്യ ഉപവാസം. ഇവർക്ക് ഏപ്രിലിലെ പരസ്യ ഉപവാസം അറിയത്തില്ല. ഇവർക്കറിയത്തില്ല എന്റെ രഹസ്യത്തിലുള്ള കണ്ണുനീര്, അതിന്റെ ആ കണ്ണുനീരിന്റെ ഉപ്പിന്റെ ടേസ്റ്റ് ഇവർക്കറിയത്തില്ല. ഇവർക്കറിയത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. ഇവർക്കറിയത്തില്ല, നിന്റെ ചുറ്റുമുള്ളവർക്ക് അറിയത്തില്ല. ഉറക്കമില്ലാത്ത രാത്രികൾ നിനക്കറിയത്തില്ല. വട്ടെടുക്കുമെന്ന് നീ ചിന്തിച്ചത്, സ്തോത്രം, അതെ ഇങ്ങനെ പോയ ഭ്രാന്ത വരും എന്ന് ചിന്തിച്ചത് ഇവർക്കറിയത്തില്ല. എന്നാൽ ഒന്നാമത്തെ ഞായറാഴ്ച ഇന്ന് 10,000 നാവുണ്ടെങ്കിലും 10,000 നാവുണ്ടെങ്കിലും പറഞ്ഞു തീരാൻ കഴിയത്തില്ല. അപ്പച്ചനെ ഞാൻ നിന്നതല്ലേ, എന്നെ നീ നിർത്തിയതാണ്. അവന്റെ വലിയപ്പച്ചൻ യോഥാമും അവന്റെ അപ്പൻ ആഹാസും യോഥാനും ദേവാലയത്തെ മലിനപ്പെടുത്തി, ആരാധനയെ തകർത്ത്, ദേവാലയത്തെ മലിനപ്പെടുത്തി, ആലയത്തെ തകർത്ത്. എന്നാൽ ഹിസ്കിയാ പറഞ്ഞു, എന്റെ അപ്പച്ചന്മാർ ഡിസോർഡർ ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ ഞാൻ ഓർഡറുള്ള ക്രിസ്ത്യാനിയായി. ഓഹോ, ആർക്കു വേണ്ടിയാ ഞാൻ പറഞ്ഞേ? യേശുവിന്റെ നാമത്തിൽ. അവർ ഡിസോർഡറിലാണ് ആരാധിച്ചത്. ഞാൻ ഓർഡറിലാണ് ജീവിക്കുന്നത്, ഞാൻ ഓർഡറിലാണ് ശുശ്രൂഷിക്കുന്നത്, ഞാൻ ഓർഡറിലാണ് പ്രസംഗിക്കുന്നത്. വിരൽ ചൂണ്ടുന്ന പിശാചേ, നിന്റെ വിരൽ മടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. തുറച്ചു നോക്കുന്ന കണ്ണുകൾ മാറിപ്പോകട്ടെ. ഈ കട്ടിലിൽ കിടന്ന് ഞാൻ പൊളയുന്നത് ഹിസ്കിയാവെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ കട്ടിലിൽ കിടന്ന് ഞാൻ പുളയുന്നത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ തലയിണയ്ക്ക് പറയാൻ പല കഥകളുണ്ട്. എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടില്ല. ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രസംഗിക്കുന്നു, ഈ കേൾക്കുന്നവർക്ക് വേണ്ടി. അപ്പം നിന്റെ തലയിണയ്ക്ക് പറയാൻ ഭയങ്കര കഥകളുണ്ട്. ഹോളിവുഡിലും ബോളിവുഡിലും അറിയാത്ത കഥകൾ, തകർച്ചയുടെയും വേദനയുടെയും നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും കഥകൾ.
ഹിസ്കിയാവ് ആ കടലിൽ കിടന്ന് പൊളയുകയാണ്. അവൻ പറഞ്ഞു എന്നെ നോക്ക് യഹോവേ, ഇപ്പൊ എനിക്ക് രോഗം വന്നിരിക്കുന്നു. എൻ്റെ മിഷൻ തീർന്നിട്ടില്ല, അതെനിക്കറിയാം. എൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. പക്ഷെ ഇതാ ഏറ്റവും മോസ്റ്റ് സക്സസ്ഫുൾ പ്രവാചകൻ വന്ന് പറഞ്ഞിരിക്കുന്നു. കൃത്യമായ പ്രവാചകനാണ്. ഇയാൾ പറഞ്ഞ അതുപോലെ നടക്കും. പുള്ളി പറഞ്ഞിരിക്കുന്നു, ഞാൻ മധ്യായുസ്സിൽ വെച്ച് മരിച്ചു പോകും. ആയുസ് ദീർഘമാക്കണേ പുള്ളി പറഞ്ഞില്ല. ആ ക്യാൻസറിനെ ശാസിക്കണേ അവൻ പറഞ്ഞില്ല. കാരണം ഈ ക്യാൻസർ വന്നില്ലയോ എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ തലയിലെ രോമങ്ങൾ അവൻ എണ്ണി അറിഞ്ഞിരിക്കുന്നു. കരയുന്നവരെ, നിലവിളിക്കുന്നവരെ, ദൈവം അറിയാതെയല്ല നിന്റെ വീട്ടിൽ ഇതൊക്കെ വന്നത്, നിനക്കിതൊക്കെ വന്നത്. ദൈവം അറിഞ്ഞിട്ട് നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാനും നിന്നെ പ്രയോജനപ്പെടുത്തേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനും ഞാൻ ഇങ്ങനെ പ്രവചിക്കട്ടെ. നിന്നെ അൺകമ്പയറബിളായി നിൽക്കാൻ, മറ്റുള്ളവരെക്കാൾ ബഹുകാലം ഏറ്റവും മുൻപിൽ നിന്നെ നിർത്തുവാൻ പരിഹസിക്കുന്ന നാവലുകളുടെ നടുവിൽ, നിന്നെ മനസ്സിലാക്കാത്ത തെറ്റിദ്ധരിക്കുന്ന ജനത്തിന്റെ നടുവിൽ തമ്പുരാൻ നിന്നെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അവന് തെറ്റിദ്ധരിക്കുന്ന ജനവും നെഗറ്റീവ് പ്രോപ്പസിയൊന്നും നോക്കാൻ പുള്ളിക്ക് നേരമില്ല. 2020 വരെ അവനെന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. മറ്റവരെ നെഗറ്റീവ് പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ഇത് വേറെ വർഷമാണ്. 3 പേരെ നോക്കി പറ, ഇത് വേറെ വർഷമാണ്. പറ. കണ്ണ് തുടയ്ക്കുന്ന പിന്നെ മകളെ, കണ്ണുനീരില്ലാത്ത ഒരു സഭ 2021 വേണ്ട നമുക്ക്. ഹല്ലേലൂയ. ഉറങ്ങാതെ ഞാൻ വന്നേ, ഉറങ്ങാതെ. ഈ ദൂതിന് വേണ്ടി ഒരു പ്രസവേദനയായിരുന്നു ഇന്നലെ. ജനത്തിന് വേണ്ടി കരയാൻ ദൈവദാസന്മാരുണ്ടോ? പൈസ വിരിക്കാൻ ആളാണ്. ജനത്തിന് വേണ്ടി കരയാൻ ദൈവദാസന്മാരുണ്ടോ? 50,000 താ, 1,00,000 താ, അത് താ, ഇത് താ. നോ, സ്റ്റോപ്പ് ഇറ്റ്. ഇറ്റ് ഈസ് പ്യൂർലി ബിസിനസ്. ജനത്തിന് വേണ്ടി കരയാൻ ദൈവദാസന്മാരുണ്ടോ? ചുവരന് നേരെ തിരിയേണ്ട വീടിന് അടുക്കലേക്ക് തിരിഞ്ഞിട്ട് അവൻ തന്റെ ഇന്നലത്തെ കാര്യം പറഞ്ഞു. ഇന്നലത്തെ കാര്യം അവൻ പെണ്ണ് പിടിച്ചും പൈസ ഉണ്ടാക്കി കസേര കളിച്ചുമല്ല ഇന്നലെ ജീവിച്ച്. ഹലോ, എക്സ്ക്യൂസ് മീ അച്ചാച്ചോ, നിനക്ക് വേണ്ടിയാ ഞാൻ പറഞ്ഞേ. ഇന്നലെ യഹോവേ, പുസ്തകം എടുക്കട്ടെ. ഇന്നലെ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുൻപിൽ നടന്ന്, മനുഷ്യർക്കല്ല, എൽഡേഴ്സിനല്ല, വീട്ടുകാർക്കും നാട്ടുകാർക്കുമല്ല, തിരുമുൻപിൽ നടന്ന് അങ്ങയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ പറയാമോ? ഇന്നലെ ഞാൻ വിശ്വസ്തയോടെ, പലർക്കും ഇത് പറയാൻ സാക്ഷിയല്ല, എനിക്കറിയാം പലർക്കും ഇത് പറയാൻ പറ്റില്ല. പക്ഷെ അപൂർവം ചിലരുണ്ട് ഈ റൂമിൽ, അവർ പറയും, മനുഷ്യനെ ഞാൻ വെള്ളപൂശിയല്ലായിരുന്നു, മനുഷ്യൻ എന്നെ കണ്ടില്ല, മനുഷ്യൻ എന്നെ അറിഞ്ഞില്ല. ഇതെന്റെ സാക്ഷ്യ ബ്രദർ, എൻ്റെ സാക്ഷ്യമാ ബ്രദർ എന്ന് പ്രസംഗിക്കുന്ന ഞാൻ വിശ്വസ്തയോടെ ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന്, എൻ്റെ ഭാര്യക്കല്ല, എൻ്റെ ഭർത്താവിനല്ല, എൻ്റെ പാരൻസിനല്ല, തിരുമുൻപിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണമേ. 2020 ഓർക്കണമേ, 2020 ഓർക്കണമേ, 2019 ഓർക്കണമേ, 2018, 2017, 2016, 15, 14, 13, 12, 11, 2010, 2009 ഓർക്കണമേ. അടിയനിതാ ഓർക്കണമേ. ഇന്നലെ ഞാൻ വളഞ്ഞ വഴി എടുത്തിട്ടില്ല. ഒരുത്തന്റെ വെള്ളിയുടെയും പൊന്നിന്റെ പിന്നാലെ പോയില്ല. ഒരുത്തന്റെ ഡോളർ
എനിക്ക് വേണ്ട, ഒരുത്തന്റെ ചാൻസ് എനിക്ക് വേണ്ട, ഒരുത്തന്റെ പ്ലാറ്റ്ഫോം എനിക്ക് വേണ്ട, ഒരുത്തന്റെയും സ്തോത്രം അതേ പരിപാടി എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടിയത് അങ്ങയാണ്, എനിക്ക് വേണ്ടിയത് അങ്ങയാണ്, എനിക്ക് വേണ്ടിയത് അങ്ങയാണ്. എന്നെ വിടല്ലേ, എന്നെ വിടല്ലേ. അങ്ങനെ പിന്നാലെ ഓടുന്നു. അതേ പറഞ്ഞ കർത്താവ്, എനിക്ക് വേണ്ടിയത് അങ്ങയാണ്, എനിക്ക് വേണ്ടിയത് അങ്ങയാണ്. വലിയ പ്രസിഡന്റ് ദേവാലയത്തെ അശുദ്ധമാക്കി, അപ്പൻ ദേവാലയത്തെ ഡിസോർഡർ ആക്കി. പക്ഷെ ഹിസ്കിയാവ് ദേവാലയത്തെ ഓർഡറാകട്ടെ. ഡിസോർഡർ ജീവിക്കുന്ന പിന്മാറ്റക്കാർ ഈ ഒന്നാം ഞായറാഴ്ച ഓർഡർ ആകട്ടെ. ഡിസോർഡർ ജീവിക്കുന്ന ദൈവദാസന്മാർ ഇന്ന് പകൽ ഓർഡർ ആകട്ടെ. ഡിസോർഡർ ജീവിക്കുന്ന വിശ്വാസികൾ ഇന്ന് പകൽ ഓർഡർ ആകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ ഓർഡർ, സ്വർഗ്ഗത്തിന്റെ ഓർഡർ, സ്വർഗ്ഗത്തിന്റെ ഓർഡർ, സ്വർഗ്ഗത്തിന്റെ ഓർഡർ ആകട്ടെ, ഓർഡർ ആകട്ടെ. ദേവാലയത്തെ ഓർഡർ ആക്കിയവരെ, നിന്റെ വീട് ഓർഡർ ആകട്ടെ എന്ന് പറഞ്ഞവൻ പറയുന്നു, നിന്റെ ജീവിതം ഓർഡർ ആകട്ടെ, നിന്റെ ജീവിതം ഓർഡർ ആകട്ടെ. ഞാൻ വിശ്വാസതയോടെ ഏകാഗ്രതയോടും കൂടെ നടന്ന് നടന്ന് പ്രസാദമായത്, തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണമേ. അൽഷമസില്ല ദൈവത്തിന് ഓർമ്മക്കുറവില്ല. ദൈവം ഓർക്കുന്നവനാണ്. ദൈവം ഓർക്കുന്നവൻ. 7 പേരെ നോക്കി പറയണം. സഹോദരന്മാരും എല്ലാവരും പരസ്പരം നോക്കി പറഞ്ഞാട്ടെ. 7 പേരെ നോക്കി പറ, ദൈവം നിങ്ങളെ ഓർക്കുന്നു. പെട്ടെന്ന് പറഞ്ഞേ, ദൈവം നിങ്ങളെ ഓർക്കുന്നു, ദൈവം നിങ്ങളെ ഓർക്കുന്നു, ദൈവം നിങ്ങളെ ഓർക്കുന്നു, ദൈവം നിങ്ങളെ ഓർക്കുന്നു, ദൈവം നിങ്ങളെ ഓർക്കുന്നു. സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വന്ന് സ്തോത്രം 14 ദിവസം അതെ ലോക്ക്ഡൗണിന്റെ അങ്ങേ അറ്റത്ത് ക്വാറന്റൈനിൽ ഇരുന്നു. ഭയങ്കര പൊടി. ഒറ്റയ്ക്കല്ല വീട്ടിൽ, സുഹൃത്ത് ഒറ്റയ്ക്കല്ല പാർത്തത്, ഒറ്റയ്ക്കല്ല. സ്തോത്രം ഒത്തിരി ചെലന്തി ഉണ്ടായിരുന്നു, 70 പല്ലി ഉണ്ടായിരുന്നു, 120 പാറ്റയുണ്ടായിരുന്നു, ഒത്തിരി പൊടിയുണ്ടായിരുന്നു. പക്ഷെ ആ പാറ്റയിലും പൊടിയിലും സ്തോത്രം ആ പൊടിയിലും ആ അഴുക്കലും കിടന്നാണ് മറ്റേ പാട്ട് എഴുതിയത്. ഏത് പാട്ട്? എൻ ആത്മനാഥനെ, എൻ ജീവനാഥനെ, യേശുവേ, യേശുവേ. ഞാൻ ഓർത്തില്ല, റിയലി മക്കളെ, ഞാൻ ഓർത്തില്ല. ഞാൻ പിന്നെ കണ്ടേ സ്തോത്രം. പക്ഷേ കാണേണ്ടവൻ അത് കണ്ടു. ദൈവം നിങ്ങളെ ഓർക്കുന്നവനാണ്. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കണ്ടോ? നോവേ, ഞാൻ നിന്നെ വന്ന് കണ്ടില്ല. നീ എങ്ങനെയാ ഓർക്കുന്നത് എനിക്കറിയത്തില്ല. സ്തോത്രം. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ മറന്നുപോയി, ഞാൻ മറക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ മറക്കും. പക്ഷെ ദൈവനാമത്തിൽ നിങ്ങൾ ചെയ്യുന്നത്, ദൈവനാമത്തിൽ നിങ്ങൾ ക്രൈസ്തന് വേണ്ടി ചെയ്തത്, എനിക്ക് വേണ്ടി ചെയ്തത്, ദൈവനാമത്തിൽ നിങ്ങൾ ആർക്കേഴു വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ ദൈവം അത് ഓർക്കും. ദൈവം എന്താ മറന്നു കറവാൻ അനീതിയുള്ളവരെല്ലാം ദൈവം അത് ഓർക്കും. ദൈവം അത് ഓർക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. 2019 ഐ തിങ്ക് 2019 മാർച്ച് മാസത്തിൽ മമ്മിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. മാർച്ചില് 2018 മാർച്ച് സ്തോത്രം 1-ാമത്തെ ആഴ്ച, ഐ തിങ്ക് 2nd വീക്ക് ബ്രൗളി സ്തോത്രം. ഫസ്റ്റ് 2018 മാർച്ച് ബിഗിനിങ്ങില് ഞാൻ ദോഹയില പാസ്റ്റർ ജെറിൽ എന്ന് പറയുന്ന അമേസിംഗ് ഒരു ദൈവദാസനുണ്ട്. സുവാർത്ത ചേർച്ച് ഞാൻ പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ സ്തോത്രം അത് എവിടെയെങ്കിലും നെറ്റ്വർക്ക് ഇല്ല. റൂമിൽ വരുമ്പോൾ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ് പോലെ, ആശിഷമാരി പോലെ സ്തോത്രം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇങ്ങനെ ചൊരുകയാണ്. സുഹൃത്തിടുകയാണ്, മമ്മിക്ക് ഹാർട്ട് അറ്റാക്ക്, കോസ്മോപോളിറ്റൻ കൊണ്ടുവന്നു. ഞാൻ ചിന്തിച്ച്, എൻ്റെ ഓർമ്മക്കും ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മമ്മിയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആരെയും കരയുന്ന കണ്ടിട്ടുണ്ട് എൻ്റെ മമ്മിയുടെ കരച്ചിലാണ്. കാരണം വലിച്ചു കുഞ്ചു പോലെ വളഞ്ഞു കിടക്കുന്ന എനിക്ക് വേണ്ടി ഉറക്കമില്ലാതെ എൻ്റെ മമ്മി 100 കണക്കിന് ദിവസങ്ങൾ മമ്മി കരഞ്ഞിട്ടുണ്ട്. എന്നെ ഈ നിലയിലേക്ക് ആക്കാൻ സ്തോത്രം ഏറ്റവും കൂടുതൽ മമ്മി കരഞ്ഞതായ കണ്ണുനീരെല്ലാം കൂടെ സ്തോത്രം അത് ഒരു ടാങ്കിൽ നിറച്ചിട്ട് എന്നെ പിടിച്ചിട്ടാൽ നീന്തലറിയാത്ത ഞാൻ ആ കണ്ണുനീരിൽ മുങ്ങി ചത്തുവും. എനിക്ക് നീന്താൻ അറിയില്ല. അത്രയ്ക്ക് എൻ്റെ അമ്മ, എൻ്റെ മമ്മി എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി ആരെങ്കിലും കരയുന്നെങ്കിൽ അതൊരിക്കലും തിന്മയ്ക്കല്ല. മക്കൾക്ക് വേണ്ടി കരയുന്നെങ്കിൽ അതൊരിക്കലും തിന്മയ്ക്കല്ല. മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടി, മക്കളുടെ ജീവിതത്തിന് വേണ്ടി, മക്കളുടെ ഭാവിക്ക് വേണ്ടി, മക്കളുടെ വിവാഹത്തിന് വേണ്ടി ആരെങ്കിലും കരയുന്നെങ്കിൽ അതൊരിക്കലും തിന്മയ്ക്കല്ല. ഞാൻ പറഞ്ഞത് ഇന്നലെ എന്തു ചെയ്തിരിക്കുന്നു ഓർക്കണമേ. മീറ്റിംഗ് കഴിഞ്ഞു, ദോഹയെന്ന് സ്തോത്രം ഞാൻ തിരിച്ചെത്തി. ആ റൂമിലേക്ക് പുലർകാലം എത്തുമ്പോൾ ഞാൻ കണ്ടു സ്തോത്രം ബീന ആൻറ്റി സ്തോത്രം ഷീല ജോൺ, അതെ സ്തോത്രം മിനി സിസ്റ്റർ, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? മിനി വാൻസ്, ഡോക്ടർ കാരോലിൻ, സ്തോത്രം ലിവിൻ സാർ ഫാമിലി, അതെ ക്രൈസ്റ്റ് സെന്ററിൽ അനേകർ ദൈവത്തിൻ്റെ കൃപയാൽ
എൻ്റെ മമ്മിയെ ഭയങ്കരമായി നോക്കി. ഈ 1-ാമത്തെ ഞായറാഴ്ച ഞാൻ നന്ദി പറയട്ടെ. സുരേഷ് ബാബു മറന്നു കാണും, അതുകൊണ്ടാണ് ചോദിച്ചത്. സുരേഷ് ബാബു മറന്നു കാണും. എന്നാൽ അൽഷിമസ് ഇല്ലാത്തൊരു തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടുമെന്ന് പറഞ്ഞ് കൈ ഉയർത്തി കണ്ണ് നനയുമ്പോൾ ഓടി വന്ന് ആലിംഗനം ചെയ്യുന്ന ഒരു തമ്പുരാനുണ്ട്. സ്തോത്രം. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നത് അറിയുന്നു ഞാൻ. നമ്മൾ പലപ്പോഴും അത് വെറുതെ ഊഹാപോഹമല്ല പറയുന്നത്, നമ്മൾ അനുഭവിച്ചാണ് പറയുന്നത്. കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാടെ, ദൈവത്തെ സ്തുതിച്ചാടെ. മനുഷ്യന് ചെയ്യുന്നത് മനുഷ്യൻ മറക്കും, പക്ഷെ ദൈവത്തിന് ചെയ്യുന്നത് ദൈവം മറക്കത്തില്ല. നീ ക്രൈസ്റ്റ് സെന്ററിലാണോ ചെയ്തേ, സുരേഷ് ബാബുലാണോ ചെയ്തേ, അതിനു മുമ്പ് വേറെ ആരിലാണോ ചെയ്തത്, അതെല്ലാം ഇങ്ങനെ വിതച്ച് ആ വിത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മക്കളെ. ആ വിത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നിൽക്കുന്ന എല്ലാവരും കേൾക്കണം, ആ വിത്തൊന്നും നഷ്ടപ്പെട്ടില്ല. അത് കട്ടകളുടെയിടയിൽ ആ വിത്ത് കിടക്കുകയാണ്. ആ വിത്ത് കിടക്കുകയാണ്. അതെല്ലാം മുളയ്ക്കുന്നു. വലിയ കൊയ്ത്തായി വെളിപ്പെടുന്നു. യഹോവേ, ഞാൻ വിശ്വസ്തയോടെ ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഇന്നലെ ചെയ്തതിന് ഇന്നലകളിൽ ചെയ്തതിന് ഇന്നൊരത്ഭുതം ആവശ്യമാണ്. Come on, hallelujah. ഞാൻ നിർത്തി. കൺക്ലൂഷനാണ്. ഇന്നലെ ചെയ്തതിന് ദൈവത്തിന് വേണ്ടി ഇന്നലെ ചെയ്തതിന്, ദൈവനാമത്തിന് വേണ്ടി ഇന്നലെ ചെയ്തതിന്, കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ റൂമിൽ അതേ അമാതാവിന് വേണ്ടി ചെയ്തതിന് ഇന്ന് നിനക്കൊരത്ഭുതം ആവശ്യമാണ്. അല്ലെങ്കിൽ നിന്റെ സഹോദരന് ഒരത്ഭുതം ആവശ്യമാണ്. നിന്റെ സഹോദരിക്ക് ഇന്നൊരത്ഭുതം ആവശ്യമാണ്. അല്ലെ നിന്റെ കുഞ്ഞിന് ഒരത്ഭുതം ആവശ്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അച്ചുവരെ നേരെ തിരിഞ്ഞ് കരയുമ്പോൾ കരയാൻ മടിക്കല്ലേ. അടുത്തിരിക്കുന്ന രണ്ടുപേരെ നോക്കി പറ, മനുഷ്യന്റെ മുൻപിൽ ഞാൻ കരയില്ലെന്ന് തീരുമാനിച്ചു. പെട്ടെന്ന് പറഞ്ഞേ, മനുഷ്യന്റെ മുൻപിൽ കരയില്ലെന്ന് തീരുമാനിച്ചു. മൂന്നാമത് ഒരാളിനെ നോക്കി പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ മുൻപിൽ കരയാൻ മടിക്കത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. വേറൊരാളിനെ നോക്കി പറഞ്ഞേ, ദൈവത്തിന്റെ മുൻപിൽ കരയാൻ മടിക്കത്തില്ലെന്ന് തീരുമാനിച്ചു. 1-ാം ഞായറാഴ്ച ഞാൻ പറയട്ടെ, ദൈവത്തിന് മുൻപിൽ കുറച്ച് കണ്ണുനീരുണ്ടോ, ജീവിതം ജയിച്ചു. ദൈവത്തിന് മുൻപിൽ കുറച്ച് കണ്ണുനീരുണ്ടോ, ജീവിതം ജയിച്ചു. മിണ്ടുന്നില്ല. ദൈവത്തിന് മുൻപിൽ കുറച്ച് കണ്ണുനീരുണ്ടോ, ശുശ്രൂഷ ജയിച്ചു, സഭായോഗം ജയിച്ചു, ഫാസ്റ്റിംഗ് പ്രയർ ജയിച്ചു. ദൈവത്തിന്റെ മുൻപിൽ കുറച്ച് കരയാൻ, സ്തോത്രം, അതെ, കരയാൻ കുറച്ച് കണ്ണുനീരുണ്ടോ, ദൈവത്തിന്റെ മുൻപിൽ കുറച്ച് കണ്ണുനീരുണ്ടോ. കുഞ്ഞുങ്ങളൊക്കെ കരയുകയാണ്. കാരണം ദൈവത്തിന്റെ സ്പെഷ്യൽ ടച്ച് ഈ വർഷം മുതൽ ഇതാ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എണീക്കാൻ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ എണീറ്റതാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് മുൻപിൽ കുറച്ച് കരയാൻ നിനക്ക് പറ്റുമോ? ജീവിതം ജയിച്ചു എന്ന് പറയുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ജീവിതം ജയിച്ചു. സമയത്തെ എനിക്ക് കളയാനില്ല. ജീവിതം ജയിച്ചു. കരഞ്ഞപ്പോ ആരാണോ തിന്മയുടെ ദൂത് പറഞ്ഞത്, തിന്മയുടെ ദൂത് പറഞ്ഞ പടി ഇറങ്ങിയവൻ, തിന്മയുടെ ദൂത് ഇറങ്ങി പടി ഇറങ്ങുന്നവൻ, ഇതാ സ്തോത്രമൻ പറയുന്ന പീछे मोट आगे चल, पीछे मोट आगे चल, पीछे मोट. അർത്ഥം സ്തോത്രം, അതേ, സാഹചര്യം തിരിയുകയാണ്. പ്രതികൂലം തിരിയുന്നു മക്കളെ. ഓഫീസിന്റെ അവസ്ഥ തിരിയുന്നു കുഞ്ഞെ. ഇന്ന് പകൽ ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓഫീസിന്റെ അവസ്ഥ തിരിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ കൈയടിക്കുന്ന നേരെ കൈയടിക്ക്. ഹല്ലേലൂയ. തിരിച്ചു ചെന്ന് പറ, ഏത് നാവിലാണോ മരണം പറഞ്ഞത്, ഏതോ നാവിലാണോ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്, ഏത് നാവിലാണോ മരണം പറഞ്ഞത്, ഏത് നാവ് കൊണ്ടാണോ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞത്, ആ ഫുൾ സ്റ്റോപ്പിനെ കോമയിട്ട് അടുത്ത ചാപ്റ്ററിന്റെ പ്രവചനം പറ. ഫുൾ സ്റ്റോപ്പ് ഇട്ട, നിങ്ങൾ കേട്ടില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടതല്ല, അടുത്ത ചാപ്റ്ററിന്റെ പ്രവചനങ്ങളായി തീരട്ടെ. ഫുൾ സ്റ്റോപ്പ് ഇട്ടതല്ല, അടുത്ത 15 വർഷത്തിന്റെ പ്രവചനങ്ങളായി തീരട്ടെ. അടുത്ത 15 വർഷം, അടുത്ത 15 വർഷം,
അടുത്ത 10 കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ ആരാധിക്കട്ടെ. അപ്പച്ചന്മാർ കേട്ടോ, ആന്റിമാർ കേട്ടോ, അമ്മച്ചിമാർ കേട്ടോ, കുഞ്ഞുങ്ങൾ കേട്ടോ. പ്രിമച്ചർ ഡെത്ത് നിനക്കുള്ളതല്ല, ഡിപ്രഷൻ നിനക്കുള്ളതല്ല, മാനസിക രോഗം നിനക്കുള്ളതല്ല, റീഹാബിലിറ്റേഷൻ നിനക്കുള്ളതല്ല. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ്. കൈയടിച്ച് നിർത്തല്ല. ജീവനുള്ളതൊക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. അടുത്ത 15 സംവത്സരം, അടുത്ത 15 സംവത്സരം ഞാൻ നിന്റെ ആയുസ്സിന് ദീർഘമാക്കുകയാണ്. രോഗം പോയിട്ടില്ലെന്ന് ഓർക്കണം. രോഗം പോയിട്ടില്ല. ശരീരത്തിൽ എപ്പോഴും ആ രോഗമുണ്ട്, ശരീരത്തിൽ എപ്പോഴും ആ ക്യാൻസറിന്റെ കട്ടിയുണ്ട്, ശരീരത്തിൽ എപ്പോഴും ആ മുഴയുണ്ട്. പക്ഷെ ആമേൻ പറയാൻ ഹിസ്കിയാവിനെ പറ്റി നിനക്ക് ആമേൻ പറയാൻ പറ്റുമോ? നിനക്ക് ആമേൻ പറയാൻ പറ്റുമോ? ആ ശൂന്യത ഉള്ളപ്പോ തന്നെ ആമേൻ പറയാൻ പറ്റുമോ? ആ പെയിൻ ഉള്ളപ്പോ തന്നെ ആമേൻ പറയാൻ പറ്റുമോ? ആ ഫ്രസ്ട്രേഷൻ ഉള്ളപ്പോ തന്നെ ആമേൻ പറയാൻ പറ്റുമോ? വിശ്വസിക്കുന്നവർ സൂപ്പർ നാച്ചുറൽ കാണും. വിശ്വസിക്കുന്നവരുടെ മുൻപിൽ സമയം തോൽക്കും. വിശ്വസിക്കുന്നവരുടെ മുൻപിൽ സമയം തോൽക്കും. സമയം തോൽക്കും. സമയത്തെ തോൽപ്പിക്കുന്ന ജീവിതം, സമയത്തെ തോൽപ്പിക്കുന്ന ജീവിതം. നിന്റെ 56 നീ നേടാത്തത് അടുത്ത 12 മാസം കൊണ്ട് ഈ പട്ടണത്തിൽ നിനക്ക് വേണ്ടി കേട്ടി ഉയർത്തുവാൻ കഴിവുള്ള ദൈവം. നിന്റെ 65 നീ നേടാത്തത്, നിന്റെ 52 നിനക്ക് നേടാൻ കഴിയാത്തത്, നിന്റെ 44 കിട്ടാത്തത്, നിന്റെ 53 കിട്ടാത്തത്, നിന്റെ 41 കിട്ടാത്തത്, നിന്റെ 28 ലഭിക്കാത്തത്, നിന്റെ 23 കാണാത്തത്. Come on, time, time, time ചലിക്കുന്നു. കാരണം കർത്താവ് ചലിക്കുന്നു. കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് ചലിക്കുന്നു. കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്ന പകൽ, ദൈവം എഴുന്നേൽക്കുന്ന പകൽ, ദൈവം എഴുന്നേൽക്കുന്ന പകൽ. സമയം തോൽക്കുന്നു. സമയം കർത്താവിനെ നോക്കി ചലിക്കുന്നു. 4 നാളായി നാറ്റം വെച്ചുപോയി. 4 നാളായി നാറ്റം വെച്ചുപോയി. No, 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 no. അവൻ സമയം തെറ്റിക്കത്തില്ല. God is always on time. Yes, Lord. 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 നിനക്കൊരു സർപ്രൈസ് വിക്ടറി ഉണ്ട്. നിനക്കൊരു സർപ്രൈസ് വിക്ടറി ഉണ്ട് ഈ വർഷം. നിനക്കൊരു സർപ്രൈസ് വിക്ടറി ഉണ്ട്. പിന്നെ എഴുതിയെടുത്താൽ മതി. സന്തോഷ് പെര ഉൾപ്പെടെയുള്ള പിന്നെ എഴുതിയെടുക്കുക ക്യാപിറ്റൽ ലെറ്ററിൽ. ഈ വർഷത്തെ നിനക്കൊരു സർപ്രൈസ് വിക്ടറി ഉണ്ട്. നിനക്കൊരു സർപ്രൈസ് വിക്ടറി ഉണ്ട്. കമന്ററി ബോക്സിൽ അതേ മാർത്തയും മറിയാണെങ്കിൽ അവർ പറയും സ്തോത്രം പോയി, തീർന്നു, ഗെയിം ഈസ് ഓവർ. ഓ അവസാന സെക്കൻഡായി മാർത്തയും മറിയാണ് കമന്ററി പറയുന്നെങ്കിൽ അവർ കമന്ററി പറയും പോയി. ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു, 4 നാളായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. എന്നാൽ ഫൈനൽ വിസിൽ തീരുന്നതിന് മുൻപ്, ഫൈനൽ വിസിൽ ഓ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഓരോ വീട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ കാര്യത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ കുട്ടിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ ബോയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ ഗേളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ ബിസിനസ്സിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓരോ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓ ഫൈനൽ വിസിൽ തീരുന്നതിന് മുൻപ്, ഓ കമന്ററി ബോക്സ് ഞെട്ടി, നാട്ടുകാർ ഞെട്ടി. എല്ലാം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, എല്ലാം തീർന്നുവെന്ന് പറഞ്ഞപ്പോൾ ക്രോണോസ് അനുസരിച്ച്, ലോകത്തിന്റെ സമയമനുസരിച്ച് എല്ലാം തീർന്നെന്ന് പറഞ്ഞപ്പോൾ കൈറോസ് അനുസരിച്ച് ചലിക്കുന്നവൻ, ക്രോണോസ് അനുസരിച്ച്, അതേ ക്രോണോസ് അനുസരിച്ച് ചലിക്കുന്നവർ എല്ലാം തീർന്നടാ, തീർന്നു എന്ന് പറഞ്ഞപ്പോൾ കൈറോസ് ദൈവത്തിന്റെ സമയമനുസരിച്ച് ചലിക്കുന്നവൻ പറഞ്ഞു, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. സർപ്രൈസ്. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. കൈറോസ്
In Jesus' name. മടക്കി വെച്ച ഫയലുകൾ തുറക്കട്ടെ. ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ പ്രോജക്റ്റുകൾ പുറത്തെടുക്ക. മേശപ്പുറത്ത് വെച്ച സ്തോത്രം പറ. നടക്കത്തില്ലെന്ന് പറഞ്ഞ പ്രോജക്റ്റുകൾ മേശപ്പുറത്ത് എടുത്തു വെച്ച സ്തോത്രം പറ. നടക്കത്തില്ലെന്ന് പറഞ്ഞ പദ്ധതികളെ പൊടി തട്ടിയെടുക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല നേരാ. ജനുവരി 3 നല്ല നേരാ. നടക്കത്തില്ലെന്ന് പറഞ്ഞ് പഴയ ബൈബിളിലും പഴയ അലമാരയുടെ അടിത്തട്ടിലും വെച്ചത് പൊക്കിയെടുക്ക യേശുവിന്റെ നാമത്തിൽ. ഓ ക്രോണോസ് നിശ്ചലമാകുമ്പോൾ കൈറോസ് ആരംഭിക്കുകയാണ്. ക്രോണോസ് നിശ്ചലമാകുമ്പോൾ കൈറോസ് ആരംഭിക്കുന്നു. ആകാശത്തിന്റെ കടികാരത്തിൽ എല്ലാവർക്കും മുന്നോട്ടാണ് ചെല്ലാൻ. സമയം പോയി, സമയം പോയി, സമയം പോയി. ആകാശത്തിന്റെ കടികാരം അനുസരിച്ച് എല്ലാവർക്കും സ്തോത്രം മുന്നോട്ടാണ്. ആകാശത്തിന്റെ കടികാരം ചലിക്കുന്നത്. അയ്യോ സമയം പോയി, സമയം പോയി, സമയം പോയി. സ്കൂൾ തുറന്നില്ല, സമയം പോയി. സ്കൂൾ തുറന്നില്ല, ഈ വർഷം തുറക്കുമെന്ന് അറിയത്തില്ല. സമയം പോയി. എക്സാം എടുക്കുന്നു, സമയം പോയി. പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ട കാലമായി, സമയം പോയി. പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ട കാലമായി, സമയം പോയി, സമയം പോയി, സമയം പോയി. അതെ, സാമ്പത്തിക നിലവാരം കുറയുന്നു, അതെ, രൂപയുടെ മൂല്യം കുറയുന്നു, സമയം പോയി, സമയം പോയി. നൂറുകണക്കിന് വിഷയങ്ങളിൽ സമയം പോയി, സമയം പോയി. എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, മനുഷ്യന്റെ വാച്ച് നോക്കി നിന്റെ കാലുകളെ നീ ചിട്ടപ്പെടുത്തരുത്. എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. വിളിച്ച ഞാൻ വിശ്വസ്തനാണ്, ലജ്ജിക്കാതവണ്ണം ഞാൻ നിന്നെ വഴി നടത്തും. ആഹാസിന്റെ കടികാരം പിന്നോട്ട്, ഹിസ്കിയാവിന്റെ ജീവിതം മുന്നോട്ട് പോയി. അയ്യോ, അവന്റെ ക്ലോക്ക് നിൽക്കാൻ പോയതാണ്. ഈ ഒരാഴ്ച ദൈവം എന്നെ പഠിപ്പിക്കായിരുന്നു. ഇതെല്ലാം ദൈവം എന്നെ പഠിപ്പിക്കാന്ന്. റിയലി ഇതെല്ലാം ഞാൻ ചെയ്ത കാര്യ, അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യ. ഹിസ്കിയാവിന്റെ ക്ലോക്ക് നിൽക്കാൻ പോവാ, ക്ലോക്ക് നിൽക്കാൻ പോവാ, ക്ലോക്ക് നിൽക്കാൻ പോവാ. ഞാൻ വിചാരിച്ച തമ്പുരാൻ ബാറ്ററി മാറ്റും എന്നാ ചിന്തിച്ചേ. ആ ക്യാൻസർക്ക് മാറ്റി കൊടുക്കുക, ക്യാൻസർക്ക് മാറ്റും. എന്നാൽ കർത്താവ് ബാറ്ററി മാത്രമല്ല മാറ്റിയത്, അത്തിപ്പഴ കട്ട് കൊണ്ടുവന്ന ബാറ്ററി മാത്രമല്ല തമ്പുരാൻ മാറ്റിയത്. 15 വർഷം അവന്റെ ക്ലോക്ക് പിന്നോട്ടാക്കി കൊടുത്തു. ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തെ അവൻ സോൾവ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. സ്തോത്രം, നീ മുന്നോട്ട് കുതിക്കും. നിന്റെ ടൈം പിന്നോട്ട് പോകും. ടൈമിനെ പരാജയപ്പെടുത്തുന്ന ഒരു ജീവിതം. പുസ്തകം എടുത്ത് പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ആര് വിമർശിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ സമയത്തെ തോൽപ്പിച്ച് യേശുവിന് വേണ്ടി നീ ജീവിക്കാൻ പോവാ. സമയത്തെ തോൽപ്പിച്ച് നീ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ വേണ്ടി പോകുകയാണ്. സമയത്തെ തോൽപ്പിച്ച് നീ യേശുവിന് വേണ്ടി ജീവിപ്പാൻ വേണ്ടി പോകുകയാണ്. സമയം തോൽക്ക, നീ ജയിക്ക. സമയം പിന്നോട്ട്, നീ മുന്നോട്ട്. സമയം പിന്നോട്ട്, നീ മുന്നോട്ട്. കണ്ണുകൾ അടയ്ക്കണം, 2 കരങ്ങളെ നന്നായി സ്ട്രെച്ച് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വാ തുറന്ന് ആര് കുനിഞ്ഞു നിൽക്കല്ലേ. ശബ്ദമുയർത്തി അന്യഭാഷകൾ പ്രാർത്ഥിച്ചാട്ടെ. Come on in Jesus' name. എല്ലാ കുട്ടികളും, ആ വീട്ടിലിരിക്കുന്ന എല്ലാ കുട്ടികളും പോരാ, പോരാ, ശക്തിയോടെ, ശക്തിയോടെ. Come on, come on, come on, come on, come on. 2021 ഡിസൈൻ ചെയ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. സമയം തോൽക്കും, നീ ജയിക്കും. സമയം തോൽക്കും, നീ ജയിക്കും. മോശയുടെ ദൈവം, നിന്റെ ദൈവം. വായു തുറന്ന് അന്യഭാഷ പറ. വാ തുറന്ന്
കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. വിശ്വാസത്തിന് കുടിയെടുക്ക്. നിന്റെ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ജ്ഞാനത്തിൽ നടക്ക്. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. എല്ലാ ബോയ്സും എല്ലാ ഗേൾസും മക്കളെ, അപ്പനും അമ്മയ്ക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഗോവേണി, യാക്കോബിന്റെ ഗോവേണി. അപ്പനും അമ്മയ്ക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഗോവേണി, യാക്കോബിന്റെ ഗോവേണി ഇന്ന് മുതൽ നിനക്കായി തമ്പുരാൻ ഇറക്കി നിർത്തിയിരിക്കുക. കേറി വാ. സമയം തോൽക്കും, നീ ജയിക്കും. നീ പോലും 70 80 എന്ന് തിന്മ പറഞ്ഞെങ്കിൽ 120 എക്സ്റ്റെൻഡ് ചെയ്യുന്ന ദൈവം, എക്സ്റ്റെൻഡ് ചെയ്യുന്ന ദൈവം. വരുമാനങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നവൻ, ആരോഗ്യത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്നവൻ, ആയുസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ട എനിക്ക് വേണം. യേശുവിന്റെ നാമത്തിൽ അവസാനം വരെ, അവസാനം വരെ. സമയം കഴിഞ്ഞിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങത്തില്ല, ഇവിടെ ചുറ്റിക്കിടക്കത്തില്ല, ആശുപത്രി മാറത്തില്ല, കിടക്ക മാറത്തില്ല. ഇൻ ജീസസ് നെയിം സമയം കഴിഞ്ഞ് ഞങ്ങൾ പറന്നു പോകും. ഞങ്ങൾ ബ്ലെസ്സിംഗ് ആണ്, ഞങ്ങൾ ആർക്കും ബേർഡൻ അല്ല. ഞങ്ങൾ ബ്ലെസ്സിംഗ് ആണ്, ഞങ്ങൾ ആർക്കും ബേർഡൻ അല്ല. സമയം തോൽക്കും, ഞങ്ങൾ ജയിക്കും. അക്കിടക്കുകളെല്ലാം ഒഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗക്കിടക്കൾ മാറ്റിമറികട്ടെ യേശുവിന്റെ നാമത്തിൽ. കിടരോഗികളെല്ലാം എഴുന്നേറ്റ് നടക്കട്ടെ. ഓ ബ്രോക്കൺ ബോൺസ്, സ്തോത്ര, ബ്രോക്കൺ ബോൺസ് യോജിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. സൂപ്പർ നാച്ചുറൽ ബോണുകളെല്ലാം യോജിക്കട്ടെ. പൊട്ടിയ അസ്ഥികൾ യോജിക്കട്ടെ. പാരാലിസിസ് രോഗികൾ, ഈ വെബ് സ്ട്രീം കാണുന്നവർ എഴുന്നേറ്റ് നടക്കട്ടെ. സ്ട്രോക്ക് വന്ന് അതേ കിടക്കുന്ന ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ സ്ട്രോക്കുകൾ മാറിപ്പോകട്ടെ. എല്ലാ ക്യാൻസറിന്റെ മുഴുവൻ അപ്രത്യക്ഷമാകട്ടെ. എല്ലാ ക്യാൻസറുകൾ ഡിസപ്പിയർ ഇൻ ജീസസ് നെയിം. എക്സ്റ്റൻഷൻ, എക്സ്റ്റൻഷൻ. വീണ്ടുമുണ്ട്, വീണ്ടും ശുശ്രൂഷയുണ്ട്, ഇനിയും ശുശ്രൂഷയുണ്ട്, ഇനിയും ശുശ്രൂഷയുണ്ട്. എല്ലാ തിന്മയുടെ ജാതക വിധികളും സൂര്യ നീ ആയിനോനിലും, സൂര്യ നീ ആയിനോനിലും, ചന്ദ്ര നീ ഗിബിയോൻ താഴ്വരയിൽ നിൽക്ക, നിൽക്ക. പൈശാചിക മണ്ഡലങ്ങൾ പാരലൈസ് ആകട്ടെ. നിൽക്ക. പൈശാചിക മണ്ഡലങ്ങൾ പാരലൈസ് ആകട്ടെ. ശാപ മണ്ഡലങ്ങൾ പാരലൈസ് ആകട്ടെ. വാ തുറന്ന് ശ്വാസിക്കും. ഓ ശാപ മണ്ഡലങ്ങൾ പാരലൈസ് ആകട്ടെ, പാരലൈസ് ആകട്ടെ. നീ പാരലൈസ് അല്ല. നോ വേ, നോ വേ, നോ വേ. നീ മുന്നോട്ട് കുതിക്കുക, കുതിക്കുക. യുദ്ധ കുതിര പോലെ നീ കുതിക്കുക. ഒറ്റ രാത്രി കൊണ്ട് തളർപ്പ്, 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 ഒറ്റ രാത്രി കൊണ്ട് തളർപ്പ്. നൂറുകണക്കിന് പാസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് പാസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളോട് പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ വിളിയിൽ നിനക്ക് തളർപ്പ്, പൂവ്, ഫലം. വിളിയിൽ സ്തോത്രം, വിളിയിൽ അതേ തളർപ്പ്, പൂവ്, ഫലം. വിളിയിൽ തളർപ്പ്, പൂവ്, ഫലം. ഇൻ ജീസസ് നെയിം മാസങ്ങളെ നേട്, മാസങ്ങളെ redeem ചെയ്. I'm going to redeem my time. 40 years, 40 വർഷം കഴിഞ്ഞിട്ട് കാലേ പറയുന്നു, അന്നത്തെ ആരോഗ്യം എനിക്കിന്നുമുണ്ട്. എൻ്റെ ആരോഗ്യത്തിൽ ചോർച്ചയില്ല. എല്ലാവരും പറയണം, ആരോഗ്യത്തിൽ എനിക്ക് ചോർച്ചയില്ല. കൊറോണ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഇനി നാളെ കേട്ടിട്ടില്ലാത്ത എന്തേലും വന്നാലും, എന്തോ വന്നാലും, എൻ്റെ അപ്പച്ചൻ ഗബദേ കറന്ന ആടികൊണ്ട് 1-40 അടിപ്പിണരുകൾ ഏറ്റെടുത്തത് ഞാൻ ഏതോ ഹോസ്പിറ്റൽ കിടന്ന് പൊളയാനല്ല, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഓപ്പറേഷൻസിനെ ക്യാൻസൽ ചെയ്യാണ്, എല്ലാ ഓപ്പറേഷൻസിനെ ക്യാൻസൽ ചെയ്യാണ്, എല്ലാ ബലഹീനത ക്യാൻസൽ ചെയ്യാണ്. എനിക്കൊരു ഉപകാരം ചെയ്യാം, എനിക്കൊരു ഉപകാരം ചെയ്യാം. ഇന്ന് ആശീർവാദം ഇല്ലാതെ നമുക്ക് പിരിയാമോ? ഇതങ്ങ് തുടരട്ടെ, ഇതങ്ങ് തുടരട്ടെ. ആമേൻ, ആമേൻ. ആരും മിണ്ടുന്നില്ലല്ലോ. ഈ പ്രൊഫറ്റിക് മൂവ് ഒന്ന് തുടരട്ടെ. എനിക്കൊരു ഉപകാരം ചെയ്യണം. വീട്ടിൽ ചെന്ന് എല്ലാ റൂമിലും നടന്നൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. എല്ലാ റൂമിലും സമയത്തെ തോൽപ്പിക്കുന്ന ആ വീട്ടിൽ നടന്ന് പ്രാർത്ഥിക്കണം. അത് വാടക വീടായിരിക്കാം. മേ ബി നിങ്ങൾ ഒത്തിരി പേര് വാടക വീട്ടിൽ താമസിക്കുന്നവരാണ്. പക്ഷെ ആ വാടക വീട് മാറുമ്പോൾ ഈ അനുഗ്രഹം നിന്നോടൊപ്പം നിന്റെ സ്വന്തം വീട്ടിലേക്ക് വരും, നിന്റെ സ്വന്തം വീട്ടിലേക്ക് വരും. അടുത്ത് നീ മാറുന്ന വീട് സ്വന്തം വീടാകട്ടെ, സ്വന്തം വീടാകട്ടെ, സ്വന്തം വീടാകട്ടെ. ഇന്നലെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ഓർക്കണമേ. നീ ട്രാഫിക്കിൽ കിടന്ന ഞാൻ കണ്ടില്ല, നീ വിശന്നിരുന്ന് ഇവിടെ ഇരുന്ന് സ്ട്രീമിനെ സഹായിച്ച ഞാൻ കണ്ടില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ദൈവത്തിന് വേണ്ടി ഓടിയതൊന്നും ഞാൻ കണ്ടില്ല.
പക്ഷെ അറിയേണ്ടവൻ അറിഞ്ഞു. ഹല്ലേലൂയ. 3-4 സഹോദരന്മാരെ ഞാൻ പറഞ്ഞല്ലോ, അറിയേണ്ടവൻ അറിഞ്ഞു. ഇന്നലെ രാത്രി 2:45 ഈ ദൂതന്റെ ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ബീന ആന്റണി എന്ന് പറഞ്ഞ ആന്റിയുടെ സഹോദരൻ ബിജി. സ്തോത്രം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യം. കിഡ്നി പ്രോബ്ലമായിട്ട് അദ്ദേഹം സ്തോത്രം ഭവനത്തിലായിരിക്കുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ് നമ്മൾ ഇന്ന് പകൽ കേട്ടത്. ഹിസ്കിയാവിന്റെ ദീർഘായുസ്. Shall we pray for him? യേശുവിന്റെ നാമത്തിൽ ആ വെബ് സ്ട്രീമിലായിരിക്കുന്ന 100 കണക്കിന് ജനം പ്രാർത്ഥിക്കുന്നവർ ആ ബോക്സിൽ മെസ്സേജ് ഇട്ടെ. ബിജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബിജി ഹീസ് എൻ എക്സലന്റ് മാൻ ഓഫ് ഗാഡ്. എക്സലന്റ് ആയിട്ടുള്ള സ്തോത്രം. ഒരു ഫിസിക്സ് പ്രൊഫസറാണ്. ഹീസ് എൻ അമേസിംഗ് മാൻ ഓഫ് ഗാഡ്. അതെ, പ്രേയിങ് ഫോർ ബിജി. ഇന്ന് മാത്രമല്ല, തുടർന്നും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ബിജിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർ അതെ ആ ബോക്സിൽ കമന്റ് ഇട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫേസ്ബുക്കിൽ സ്തോത്രം. അതെ, യൂട്യൂബിൽ അതെ സ്തോത്രം കമന്റ് ഇട്ടാട്ടെ. ദയവായി യേശുവിന്റെ നാമത്തിൽ ഫാദർ ഇൻ ജീസസ് നെയിം ഞങ്ങൾ ഒരുമിച്ച് ബിജിക്കായി പ്രാർത്ഥിക്കുന്നു. 2 പേർ ഐകമത്യപ്പെട്ടാൽ ഇവിടെ ഇത് ആയിരക്കണക്കിന് ജനം ഒരുമിച്ച് ഐകമത്യപ്പെടുന്നു. മരണത്തിലുള്ള നീക്കുപോക്ക് അങ്ങേക്കുള്ളതാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ബലഹീനതകളെ, എല്ലാ രോഗശക്തികളെ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. Every kidney damage and demerits and defects I rebuke in Jesus name. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ ശക്തി ആ സഹോദരന്മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അത്തിപ്പഴക്കട്ടോ ഹിസ്കിയാവിന്റെ പരിവിനെ അപ്രത്യക്ഷമാക്കിയതുപോലെ ഇൻ ജീസസ് നെയിം മനുഷ്യന്റെ സ്പർശനവും ദൈവത്തിന്റെ സ്പർശനവും അവനൊരു അത്ഭുതമായി വെളിപ്പെടട്ടെ. മക്കളുടെ നന്മ കാണട്ടെ. കൊച്ചുമക്കളുടെ നന്മ കാണട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസാകട്ടെ. അങ്ങയുടെ വലിയ വിടുതനായി സ്തോത്രം. ആദരിക്കും, ആശീർവദിക്കും. ദൈവകൃപ കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ എല്ലാ എൽഡേഴ്സിനായി സ്തോത്രം. എല്ലാ ലീഡേഴ്സിനായി സ്തോത്രം. എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകർക്കായി സ്തോത്രം. എല്ലാ യൂത്ത് മെമ്പേഴ്സിനായി സ്തോത്രം. എല്ലാ മാതാപിതാക്കൾക്കായി സ്തോത്രം. എവിടെമേലും ദൈവ സാന്നിധ്യം ദൈവകൃപയും കൂടെ ഇരിക്കും. കർത്താവ് ഇന്ന് പകൽ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ടൈമിനെ സ്തോത്രം തോൽപ്പിച്ച് കർത്താവിൽ ജയിച്ച് ജീവിക്കുന്ന ഒരു ജയജീവിതത്തിനായി ഞങ്ങൾ വീണ്ടും ഒരുക്കിയാട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. മറക്കരുത്, സമയം തോൽക്കുന്നു, നിങ്ങൾ ജയിക്കുന്ന